السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم إنا نسألك خير هذه الليلة وخير ما بعدها، ونعوذ بك من شر ما في هذه الليلة وشر ما بعدها يا رب العالمين. اللهم يا حي يا قيوم برحمتك نستغيث، أصلح لنا إلهنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ നിന്നുള്ള തൗഫീഖും അവൻ്റെ ശിക്ഷയിൽ നിന്നുള്ള രക്ഷയും അവൻ്റെ കാരുണ്യവും നമ്മുടെ ഹൃദയങ്ങൾ അതിൻ്റെ നന്മയിൽ ബന്ധിച്ചിരിക്കുകയാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യകരമായ അവസ്ഥ, പാപക്കറകൾ പുരളാത്ത കുറ്റമറ്റ ഹൃദയങ്ങൾ ഉള്ളവർ ആരാണോ അവർക്കാണ് അള്ളാഹുവിൻ്റെ തൗഫീഖ് ലഭിക്കുക. അവനാണ് അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറ്റി പറഞ്ഞു. അവിടുത്തെ ദുആഇനെ പറ്റി, വജഅൽനി മിൻ വറസതി ജന്നത്തിൻ നഈം, അല്ലാഹുവേ എന്നെ നീ സുഖങ്ങളുടെ സ്വർഗാവകാശികളിൽ ഉൾപ്പെടുത്തണമേ. യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ വലാ തുഖ്സിനി യൗമ യുബ്അസൂൻ, ഉയിർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ, ഖിയാമത്ത് നാളിൽ എന്നെ നീ അപമാനിക്കരുത് റബ്ബേ. നീ ഉയിർത്തെഴുന്നേൽപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ അപമാനിതനായി എന്നെ നീ ഉൾപ്പെടുത്തരുതേ. യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ, ആ ദിവസം ഒരു സമ്പത്തും ഒരു സന്താനവും ഉപകാരം ചെയ്യാത്ത ദിവസമാണ്. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ സലീമായ ഹൃദയം കൊണ്ടുവന്നവർക്കൊഴികെ. അതാണ് ഖിയാമത്ത് നാളിൽ ഉപകാരപ്പെടുക. എന്താണ് സലീമായ ഹൃദയം എന്ന് പറഞ്ഞാൽ? കുറ്റമറ്റ ഹൃദയം, സുരക്ഷിതമായ ഹൃദയം, ആരോഗ്യമുള്ള ഹൃദയം. ഈ ഖൽബുമായി നാളെ ഖിയാമത്ത് നാളിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നവരാരാണോ അവർക്കത് ഉപകാരപ്പെടും. അല്ലാത്തവർ ദുനിയാവിൽ എന്ത് നേടിയിട്ടും, ധാരാളം സമ്പത്തുണ്ടായിട്ടോ ഒരുപാട് മക്കളുണ്ടായിട്ടോ അതവർക്ക് ഉപകാരം ചെയ്യുകയില്ല. യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ. അതുകൊണ്ട് പരലോകത്ത് അള്ളാഹുവിനെ സുരക്ഷിതമായ സലീമായ ഖൽബോടെ കണ്ടുമുട്ടുക എന്നതിലാണ് കാര്യം. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓരോ മനുഷ്യരും നമ്മുടെ ഖൽബ് എത്രത്തോളം നന്നാക്കും എന്നതാണ് നോക്കുക. അള്ളാഹുവിൻ്റെ തൗഹീദ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെക്കുറിച്ചുള്ള ഈമാൻ, ഇതൊരാളുടെ ഹൃദയത്തിൽ എത്രയുണ്ടോ, അള്ളാഹുവിനോട് എത്രത്തോളം അവന് ഇഷ്ടമുണ്ടോ, അവൻ്റെ ഖൽബ് നന്നാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരെയാണ് അവൻ പരീക്ഷിക്കുക. അവൻ ഖൽബിൻ്റെ അവസ്ഥയാണ് നോക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വലാ ഇലാ അജ്സാദിക്കും, അല്ലാഹു നിങ്ങളുടെ പുറം മോടിയിലേക്കോ ബാഹ്യരൂപത്തിലേക്കോ നോക്കുന്നില്ല. വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും, മറിച്ച് അല്ലാഹു നോക്കുന്നത് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പുറമേക്ക് നമ്മൾ ഭംഗിയുള്ളവനാണോ, നിറം കുറഞ്ഞവനാണോ,
ആരോഗ്യമുള്ളവരാണോ, സ്ത്രീയാണോ, പുരുഷനാണോ, ഇതൊന്നുമല്ല അള്ളാഹു പരിഗണിക്കുക. വലിയ തറവാട്ടിലും കുടുംബത്തിലും ജനിച്ചവനാണോ, നേതാവാണോ, അനുയായിയാണോ, ഇങ്ങനെ നമ്മുടെ ബാഹ്യമോടിയിലേക്കോ പുറമേക്കുള്ള രൂപങ്ങളിലേക്ക് അള്ളാഹു നോക്കുന്നില്ല. മറിച്ച് വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും, അള്ളാഹു നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ് നോക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ ഈമാനുണ്ടോ, അള്ളാഹുവിലുള്ള വിശ്വാസമുണ്ടോ, ഹൃദയത്തിൻ്റെ രോഗങ്ങളിൽ നിന്ന് ഹൃദയം ആരോഗ്യമാണോ, ശുദ്ധാവസ്ഥയിലാണോ, ഹൃദയത്തിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ സ്വരുക്കൂട്ടിയ നിയ്യത്ത് എന്താണ്, അള്ളാഹുവിന് വേണ്ടിയാണോ? ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശോധിക്കുക. അതുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളുടെ അടിത്തറ ഹൃദയത്തിലാണ് ആദ്യം നമ്മൾ പടുത്തുയർത്തേണ്ടത്. ഖൽബിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഹീദും അതുപോലെ തന്നെ അവനുള്ള ഈമാനും ഇഖ്ലാസും നല്ല നിയ്യത്തുമുണ്ടെങ്കിലേ നമ്മുടെ പ്രവർത്തനങ്ങൾ നന്നാകുകയുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അലാ വ ഇന്ന ഫിൽ ജസദി മുദ്ഗ, നിങ്ങളുടെ ശരീരത്തിലൊരു മാംസകഷ്ണമുണ്ട്. ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലു, അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നായി. വ ഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലു, അത് മോശമായാൽ ശരീരം മുഴുവൻ മോശമായി. ഏതാണ് മാംസകഷ്ണം? അലാ വഹിയൽ ഖൽബ്, അത് ഹൃദയമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു. അതുകൊണ്ട് നമ്മുടെ ഖൽബ് നന്നാകുക എന്നതാണ് കാര്യം. ഖൽബ് നന്നായാൽ, ഒരാളുടെ ഹൃദയം നന്നായാൽ അവൻ്റെ വാക്കും പ്രവർത്തനങ്ങളും നന്നാകും. ഹൃദയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെക്കുറിച്ചുള്ള പേടിയുണ്ടോ, അള്ളാഹുവിലുള്ള അടിയുറച്ച ഈമാനുണ്ടോ, എന്ത് സംഭവിച്ചാലും അള്ളാഹുവിൽ ബരമേൽപ്പിക്കുന്ന തവക്കുലിൻ്റെ അവസ്ഥയുണ്ടോ, അള്ളാഹു സുബ്ഹാനഹു വ തആലയോടുള്ള വിനയമുണ്ടോ, താഴ്മയുണ്ടോ, ആരെക്കാളും എന്തിനേക്കാളും അള്ളാഹുവിനോടുള്ള സ്നേഹമുണ്ടോ, അള്ളാഹുള്ള പ്രതീക്ഷയുണ്ടോ, അള്ളാഹുവിനെക്കുറിച്ചുള്ള ഭയമുണ്ടോ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വാക്കും പ്രവർത്തനവും നന്നാകാൻ അവസരമുണ്ടാക്കി നൽകും. ഈ ഹദീസിനെ ചില ആളുകൾ തെറ്റായി മനസ്സിലാക്കാറുണ്ട്. അല്ലെങ്കിൽ നേരത്തെ മുമ്പ് നമ്മൾ പറഞ്ഞ ഹദീസിനെ പുറത്തൊക്കെ എന്ത് പ്രവർത്തിച്ചാലും പ്രശ്നമില്ല, വാക്കും പ്രവർത്തനം നോക്കണ്ട, ഈമാൻ ഉള്ളിലാണ്, അതുകൊണ്ട് ഓരോരുത്തരുടെയും ഉള്ളിൽ ഈമാൻ ഉണ്ടായാൽ മതി, പുറമേക്ക് എന്ത് പ്രവർത്തിച്ചാലും പ്രശ്നമില്ല, അള്ളാഹു പുറത്തേക്ക് നോക്കുന്നില്ല എന്നുള്ള പറയുന്നത്. അതുകൊണ്ട് നിൻ്റെ വസ്ത്രം എങ്ങനെയായാലും പ്രശ്നമില്ല, നിൻ്റെ താടിയോ അതല്ലെങ്കിൽ ബാഹ്യരൂപമോ ചേലോ കോലമോ ഇതൊന്നും വിഷയാക്കേണ്ടതില്ല എന്ന് ചില ആളുകൾ ഇതിനെക്കുറിച്ച് പറയാറുണ്ട്. സത്യത്തിൽ അത് അബദ്ധമാണ്. ഉള്ളു നന്നായാൽ പുറം നന്നാകുമെന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിൻ്റെ ഉദ്ദേശം, ഒന്ന്, ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഉള്ളിൽ നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെക്കുറിച്ചുള്ള ഈമാനും നേരത്തെ പറഞ്ഞതുപോലെ തഖ്വയും നല്ല നിയ്യത്തും, അതുപോലെ തന്നെ ഹൃദയത്തിനെ ബാധിക്കുന്ന രോഗങ്ങളുണ്ട്. ഏറ്റവും വലിയ രോഗം ശിർക്കാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലാത്തവർക്കുള്ള ആരാധനകൾ, അള്ളാഹു അല്ലാത്തവരെ മനസ്സിൽ കയറ്റി വെക്കുക, അള്ളാഹുവിനെ പോലെ അള്ളാഹുവിൻ്റെ പടപ്പുകളെ, അമ്പിയാക്കളെ, ഔലിയാക്കളെ അള്ളാഹു കാണുന്നത് പോലെ അവർ കാണും, കേൾക്കുന്നത് പോലെ കേൾക്കും, അള്ളാഹു നിയന്ത്രിക്കുന്ന പോലെ അവർ നിയന്ത്രിക്കും, അള്ളാഹു അറിയുന്നത് പോലെ അറിയും. ഈ വിശ്വാസം ഹൃദയത്തിൽ അള്ളാഹു അല്ലാത്തവരെക്കുറിച്ചുണ്ടെങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെക്കുറിച്ചുള്ള തൗഹീദ്, അതിൻ്റെ വിശ്വാസം അവൻ്റെ ഹൃദയത്തിലില്ലെങ്കിൽ ആ ഹൃദയം രോഗാതുരമാണ്. അതുപോലെ തന്നെ കുഫ്ർ, അള്ളാഹുവിൻ്റെ ദീൻ, പരിശുദ്ധ ദീനുൽ ഇസ്ലാം, ഇതിനേക്കാൾ മനോഹരമായ ആദർശമോ വിശ്വാസമോ അനുഷ്ഠാനമോ ആചാരമോ ഈ ദീനുൽ ഇസ്ലാമിനോട് കിടപിടിക്കുന്ന മറ്റൊരു പ്രത്യയശാസ്ത്രമോ ഇല്ല. ഒരാൾ വിശ്വസിക്കുകയാണ്, ദീനുൽ ഇസ്ലാം മാത്രമല്ല അതുപോലെ സമാനമായ ആദർശങ്ങളുണ്ട്, ഭൗതികമായ പ്രത്യയശാസ്ത്രങ്ങളുണ്ട്, മനുഷ്യന്മാരുണ്ടാക്കിയ ജനാധിപത്യ വ്യവസ്ഥിതികൾ, അതല്ലെങ്കിൽ മതേതരത്വ വ്യവസ്ഥിതികൾ, ഇങ്ങനെ പലതുമുണ്ട്. ഇസ്ലാം മാത്രമാണ് ശരി എന്ന് പറയാവതല്ല. ഇത് ശരിയാണോ? യഥാർത്ഥത്തിൽ ഇസ്ലാമിനേക്കാൾ നല്ല ആദർശം, പ്രത്യയശാസ്ത്ര വിശ്വാസമുണ്ട് എന്ന് വിശ്വസിച്ചാൽ മാത്രമല്ല കുഫറാകുന്നത് ആ വിശ്വാസം കൊണ്ട്.
ഇസ്ലാമിന് സമാനമായ, ഇസ്ലാമിലെ നന്മകൾക്ക് സമാനമായ, ഇസ്ലാം അംഗീകരിക്കുന്ന ഒരു മതത്തിലുണ്ട്, അതിൽ മറ്റേതെങ്കിലും ആദർശങ്ങളിലുണ്ട് എന്നതിനപ്പുറത്ത് ഇസ്ലാം സ്വീകരിച്ചാലും പ്രശ്നമില്ല, അതിനപ്പുറത്തുള്ള സ്വീകരിച്ചാലും പ്രശ്നം, രണ്ടും തുല്യമാണ്, രണ്ടും കണക്കന്നെ എന്ന് പറഞ്ഞാൽ, എന്ന് വിശ്വസിച്ചാൽ, അതല്ല ഇസ്ലാം മാത്രമാണ് ശരി എന്ന് പറയുന്നത് ശരിയാണോ? സംശയം. അങ്ങനെ പറഞ്ഞുകൂടാ. വേറെ ചിലതിൽ നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതും ശരിയാകാം, നമ്മൾ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്നുള്ളൂ എന്ന സംശയം മതി. ഇതെല്ലാം ഹൃദയത്തിന് ബാധിക്കുന്ന രോഗങ്ങളാണ്. ഇങ്ങനെ ഉള്ളു നന്നാവാതെ, അതുപോലെ തന്നെ അഹങ്കാരം, അസൂയ, മറ്റുള്ളവരോടുള്ള ആവശ്യമില്ലാത്ത കുടിപ്പക, വിദ്വേഷം, തീർത്താൽ തീരാത്ത വൈരം, ഇങ്ങനെയുള്ള ഹൃദയത്തിൻ്റെ രോഗങ്ങൾ ഇതൊരാളുടെ കൽബിലുണ്ടെങ്കിൽ അവൻ പുറമേക്ക് എത്ര വേഷം കെട്ടിയിട്ടും ഇസ്ലാമിൻ്റെ വസ്ത്രധാരണം പാലിച്ചിട്ടും താടി നീട്ടി വളർത്തിയിട്ടും കോലും ചേലും രൂപം നന്നായിട്ട് കാര്യമില്ല. കൽബിൽ ഈ വിശ്വാസമാണെങ്കിൽ അവൻ്റെ അവസ്ഥ മുനാഫിക്കുകളെ പോലെയാണ്. കാരണം എന്താ? അവർക്ക് പുറമേക്ക് ഇസ്ലാമുണ്ട്, മുസ്ലിമീങ്ങളോടൊപ്പമാണ്, സ്വഹാബികളോടൊപ്പം അവർ യുദ്ധം ചെയ്തിട്ടുണ്ട്, സ്വഹാബികളോട് സഫ് ചേർന്നവർ നിസ്കരിച്ചിട്ടുണ്ട്. പക്ഷെ ഉള്ളിൽ നിഫാഖായിരുന്നു, കാപട്യമായിരുന്നു, കുഫർ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഇങ്ങനെ ഉള്ളു നന്നാകാതെ പുറമേക്ക് എത്ര നമ്മൾ മിനുക്കിയിട്ടും കാര്യമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് പരിഗണിക്കുകയില്ല. അള്ളാഹു ഹൃദയങ്ങളിലേക്കാണ് നോക്കുക. അപ്പോൾ പുറമേക്ക് നമ്മുടെ പ്രകടമാകുന്ന പ്രവർത്തനങ്ങൾ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ടോ? ഖൽബ് തൊട്ട് പ്രവർത്തിക്കുന്നതാണോ? ഇതാണ് അള്ളാഹുവിൻ്റെ പരീക്ഷണം, ഇതാണ് അള്ളാഹുവിൻ്റെ നോട്ടം. അതാണ് ആ ഹദീസിൻ്റെ അർത്ഥം. ഇതൊന്ന്. രണ്ടാമത്തത്, ഒരാളുടെ ഉള്ളു നന്നായാൽ, ഖൽബിൽ, ഹൃദയത്തിനകത്ത് ഇസ്ലാം സ്ഥാനം പിടിച്ചാൽ, ഈമാൻ സ്ഥാനം പിടിച്ചാൽ, അള്ളാഹും അവൻ്റെ റസൂലും പരിശുദ്ധ ദീനുൽ ഇസ്ലാമും സ്ഥാനം പിടിച്ചാൽ അതിൻ്റെ അടയാളങ്ങൾ പ്രകടമാകും, അതനിവാര്യമാകും. വാക്കിലുണ്ടാകും, പ്രവർത്തനത്തിലുണ്ടാകും, നിലപാടിലുണ്ടാകും, സമീപനത്തിലുണ്ടാകും, പെരുമാറ്റത്തിലുണ്ടാകും, സ്വഭാവത്തിലുണ്ടാകും, വേഷത്തിലുണ്ടാവും, കോലത്തിലുണ്ടാവും, നടത്തത്തിലും ഇരുത്തത്തിലും ചേലിലും ഒക്കെ ഉണ്ടാവും. സംശയമുണ്ടോ? ഉണ്ടാകും. അതാണ് ഒരു മുസ്ലിമിൻ്റെ, ഒരു മുഅ്മിനിൻ്റെ ഏറ്റവും നല്ല അവസ്ഥ. ഹൃദയത്തിൽ ഈമാൻ സ്ഥാനം പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടയാളങ്ങൾ പുറമേക്ക് അനിവാര്യമായും പ്രകടമാകണം. അതുകൊണ്ടാണ് അഹ്ലുസുന്ന വൽ ജമാഅയുടെ പണ്ഡിതന്മാർ ഈമാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നിർവചനം ഒരേ സമയം ഹൃദയത്തിലുള്ള വിശ്വാസവും വാക്കിൽ പ്രകടമാകുന്ന പറച്ചിലും അതുപോലെ തന്നെ അവയവങ്ങളിലൂടെ പുറത്തേക്ക് പ്രകടിപ്പിക്കുന്ന പ്രവർത്തനവുമാണ്. ഇഅ്തിഖാദുൻ ബിൽ ഖൽബ് വഖൗലുൻ ബിൽ ലിസാൻ വഅമലുൻ ബിൽ ജവാരിഹ്. ഹൃദയത്തിലുള്ള വിശ്വാസവും നാവ് കൊണ്ടുള്ള പ്രഖ്യാപനവും അവയവങ്ങളിലൂടെയുള്ള പ്രവർത്തനവുമാണ് ഈമാൻ. കേവല വിശ്വാസം മാത്രമല്ല, വാക്കിലൊതുക്കുന്ന അവകാശവാദങ്ങൾ മാത്രമല്ല, പുറമേക്ക് ബാഹ്യമായി ഉള്ളു തട്ടാതെ ആത്മാവില്ലാത്ത എന്തെങ്കിലും യാന്ത്രികമായ പ്രവർത്തനങ്ങളുമല്ല ഈമാൻ. വിശ്വാസവും വാക്കും പ്രവൃത്തിയും ഒരുമിച്ച് സമ്മേളിക്കുന്നതാണ് ഈമാൻ. യസീദു ബിത്വാഅ വയൻഖുസു ബിൽ മഅസിയ. അത് അള്ളാഹുവിനെ അനുസരിക്കുക വഴി കൂടും, വർദ്ധിക്കും. അള്ളാഹുവിനെ ധിക്കരിക്കുക വഴി അത് കുറയുകയും ചെയ്യും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയം നന്നാകുക എന്നതാണ് കാര്യം. ഖൽബ് നന്നാകുക എന്നതിലാണ് കാര്യം. അകം മിനുക്കാതെ പുറം മിനുക്കിയിട്ട് എന്ത് കാര്യം? അകം മിനുക്കാതെ പുറം മിനുക്കുന്ന മനുഷ്യനുണ്ടോ വിജയം എന്നൊരു കവി പാടിയതുപോലെ. അതാണ് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ പറഞ്ഞത്. അലാ വ ഇന്ന ഫിൽ ജസദി മുദ്ഗ ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലു. ഖൽബിൽ അള്ളാഹും അവൻ്റെ റസൂലും അവൻ്റെ ദീനും തൗഹീദും ഈമാനും ഇസ്ലാമും തഖ്വയും സ്ഥാനം പിടിച്ചിട്ടുണ്ടോ, തീർച്ചയാണ് അവൻ്റെ വാക്ക് നന്നാകും, അവൻ്റെ പ്രവർത്തനങ്ങൾ നന്നാകും. ഖൽബ് മോശമാണോ, പുറമേക്ക് എന്ത് പ്രവർത്തിച്ചിട്ടും കാര്യമില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കാൻ പോകുന്നില്ല. എല്ലാ ജുമുഅയുടെയും തുടക്കത്തിൽ, അവിടുത്തെ ഖുതുബത്തുൽ ഹാജയുടെ തുടക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുന്ന 3 ആയത്തുകൾ പാരായണം ചെയ്യാറുണ്ട്. അതിലൊരായത്താണേത്? യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദാ.
മുഅ്മിനീങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനെ തഖ്വ ചെയ്യണം. എവിടെയാണ് തഖ്വ? തഖ്വയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? അത്തഖ്വ ഹാഹുന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഖ്വ ഹൃദയത്തിനകത്താണ്. ഹൃദയത്തിൽ നിനക്ക് തഖ്വയുണ്ടോ? ഇത്തഖുല്ലാഹ്, ഖൽബിൽ നീ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നുണ്ടോ? വഖൂലു ഖൗലൻ സദീദ, നീ നല്ല വാക്ക് പറയുകയുമാണ്. ഹൃദയത്തിൽ തഖ്വ അടയാളപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ വാക്ക് നന്നാവും. യുസ്ലിഹ് ലക്കും അഅമാലക്കും, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നന്നാവും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും. വദാലിക യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അളീമ. ഇങ്ങനെ ഹൃദയത്തിൽ തഖ്വ നിക്ഷേപിക്കുകയും നല്ല വാക്ക് പറയുകയും അങ്ങനെ വാക്ക് നന്നാക്കുകയും പ്രവർത്തനങ്ങൾ നന്നാകുകയും ചെയ്യുന്ന അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നവരാണ് മഹത്തായ വിജയം കൈവരിച്ചവർ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉണർത്തുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയത്തെ പരിരക്ഷിക്കുക, അതിന് കറ ബാധിക്കാതിരിക്കുക എന്നതാണ് ഏറ്റവും അധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മൾ പുറമേക്കുള്ള ചേലും പ്രവർത്തനവും നന്നാക്കുന്നതിനേക്കാൾ നമ്മുടെ ഖൽബിനെ എപ്പോഴും വിചാരണ ചെയ്തുകൊണ്ടിരിക്കണമെന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അതുകൊണ്ടാണ് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്ന ഹദീസ് വളരെ പ്രാധാന്യപൂർവ്വം പഠിപ്പിച്ചത്. പല മുഹദ്ദിസുകളും അവരുടെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ആദ്യത്തെ ഹദീസായി ഈ ഹദീസിനെ ചേർത്ത് വച്ചിരിക്കുന്നു. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, തീർച്ചയായും പ്രവർത്തനങ്ങളെല്ലാം പരിഗണിക്കപ്പെടുക ഹൃദയത്തിലെ നിയ്യത്തുകളുടെ അടിസ്ഥാനത്തിലാണ്. വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ, എന്താണോ കൽബിനകത്ത് ഉദ്ദേശമായി നിയ്യത്തായി അവൻ സ്വരുക്കൂട്ടിയത് അതേ അവന് ലഭിക്കുള്ളൂ, അതേ അവൻ്റെ അമലിൽ ഉണ്ടാകുകയുള്ളൂ. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഖൽബിൽ സ്ഥാനം പിടിച്ചിട്ടില്ലെങ്കിൽ, നിസ്കരിക്കുന്നു, നമ്മൾ നോമ്പെടുക്കുന്നു, ഇബാദത്തുകൾ ചെയ്യുന്നു, ഹൃദയം തൊട്ടിട്ടല്ലെങ്കിൽ അള്ളാഹുവിന് വേണ്ടി അവൻ്റെ കൂലി പ്രതീക്ഷിച്ച് ഇതുകൊണ്ട് എനിക്ക് സ്വർഗം ലഭിക്കാൻ, എന്നിൽ നന്മകൾ വളരാൻ, എനിക്കും എൻ്റെ കുടുംബത്തിനും ഇതിലൂടെ ബറക്കത്ത് ലഭിക്കാൻ, ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു അമലിലൂടെ നമുക്ക് നിശ്ചയിച്ച നേട്ടങ്ങൾ ഖൽബിൽ നിയ്യത്തായി സ്വരുക്കൂട്ടാതെ എത്ര നമ്മൾ നന്മ പ്രവർത്തിച്ചിട്ടും എത്ര ഇബാദത്തുകൾ വർദ്ധിപ്പിച്ചിട്ടും കാര്യമില്ല. അതുകൊണ്ട് ഖൽബിനെ നമ്മൾ എപ്പോഴും പരിശോധിച്ചു കൊണ്ടേയിരിക്കണം. ഹൃദയം അതിലൊരു ചെറിയ പുഴുക്കുത്ത് പോലും പെട്ടെന്ന് സ്വാധീനമുണ്ടാക്കും. ഖൽബിൽ ചെറിയ കാര്യം പോലും പെട്ടെന്ന് സ്വാധീനമുണ്ടാക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളെ ചെറുപ്പത്തിലെ അനിസ്ലാമികതകൾ, ഇസ്ലാമിൻ്റെ തൗഹീദിനെതിരായ ശിർക്കൻ വിശ്വാസങ്ങൾ, കുഫ്രൻ ആദർശങ്ങൾ, ഭൗതികതയോടുള്ള ഇഷ്ടം, ഇതൊന്നും ചെറുപ്പത്തിലേ വളരാൻ നമ്മൾ അനുവദിക്കരുത്. അത് മുളയിലെ നുള്ളിക്കളയണം. അത്തർബിയത്തു ഫിസ്സിഗ്രി കന്നഖ്ശി അലൽ ഹജർ, ചെറുപ്പത്തിലെയുള്ള ശിക്ഷണം കല്ലിൽ കൊത്തിവെച്ച പോലെയായിരിക്കും. അതുകൊണ്ട് നമ്മുടെ ചെറിയ മക്കളെ നമ്മൾ അത് ശീലിപ്പിക്കണം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചെറിയ കുട്ടിയായിരിക്കവേ തൻ്റെ വാഹന മൃഗത്തിന് പുറകിലിരുത്തി അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കണം, ഇന്നി ഉഅല്ലിമുക കലിമാത്ത്, മോനെ നിനക്ക് ഞാൻ ചില വാചകങ്ങൾ പഠിപ്പിച്ചു തരാം. യഹ്ഫദില്ലാഹ യഹ്ഫദ്, കുട്ടികളുടെ ഹൃദയത്തിൽ കോറിയിടേണ്ടുന്ന ഇസ്ലാമിൻ്റെ അടിത്തറയാകുന്ന വിശ്വാസകാര്യങ്ങളാണിത്. നീ അള്ളാഹിനെ സൂക്ഷിച്ചാൽ അള്ളാഹു നിന്നെ സംരക്ഷിക്കും. ഇഹ്ഫദില്ലാഹ തജിദ്ഹു തുജാഹ്, നീ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ നിനക്ക് അള്ളാഹുവിനെ നിൻ്റെ മുന്നിൽ കണ്ടെത്താം. ഉപ്പയില്ലെങ്കിലും ഉമ്മയില്ലെങ്കിലും നാടും വീടും കൂട്ടരും ഒക്കെ നിനക്കെതിരാണെങ്കിലും നീ അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിച്ചാൽ അള്ളാഹു നിന്നെ സഹായിച്ചെപ്പോഴും നിന്നോടൊപ്പം ഉണ്ടാകും. ഇദാ സഅൽത ഫസ്അലില്ലാ, ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് മാത്രം ചോദിക്കുക. വിശ്വാസം ഊട്ടിയുറപ്പിക്കുകയാണ് തൗഹീദ്. കാരണം ചോദിക്കാൻ അർഹൻ, ചോദിക്കപ്പെടാൻ അർഹൻ അള്ളാഹു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവനോട് മാത്രം ചോദിക്കുക. വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, സഹായം അഭ്യർത്ഥിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് മാത്രം. കാരണം നൽകാനുള്ള ശേഷിയും കഴിവും അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. വഅലം യഅലം അന്നൽ ഉമ്മത ലവിജ്തമഉ അലാ അൻ യൻഫഉക ബിശൈഇൻ ലം യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക വഅൻ യദുറൂക ബിശൈഇൻ ലം യദുറൂക ബിശൈഇൻ ഇല്ലാ ഖദ് കതബഹു അല്ലാഹു അലൈഹി. ഈ സമൂഹം ഒന്നടങ്കം നിനക്കൊരു ഉപകാരം ചെയ്യാൻ ഒരുങ്ങി പുറപ്പെട്ടു. നീ അല്ലാത്ത എല്ലാവരും അപ്പുറത്തുണ്ട്. സമൂഹം ഒന്നടങ്കണ്ട്. അള്ളാഹു നിനക്ക് ലഭിക്കണമെന്ന് രേഖപ്പെടുത്തിയതേ നിനക്ക് നന്മയായി ലഭിക്കുള്ളൂ. ആരപ്പുറത്ത് ഒരുമിച്ച് തടിച്ചു കൂടിയാലും ശരി.
നിന്നെ ദ്രോഹിക്കാൻ ഈ ലോകമൊന്നടങ്കം അപ്പുറത്തുണ്ട്. നിന്റെ രോമത്തിനൊരു പോറലേൽപ്പിക്കാൻ അവർക്ക് സാധിക്കുകയില്ല. അള്ളാഹു നിനക്കെതിരെ എന്തെങ്കിലും ഷർറ് സംഭവിക്കണമെന്ന് രേഖപ്പെടുത്തിയതല്ലാതെ. ചെറിയ കുട്ടികളുടെ ഖൽബിൽ ചെറുപ്പത്തിലേ കൊത്തിവെക്കേണ്ടുന്ന ഇസ്ലാമിൻ്റെ വിശ്വാസ പാഠങ്ങളാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കളെ ഇസ്ലാമിക വിശ്വാസത്തിൽ അവരുടെ ഖൽബിനെ വാർത്തെടുക്കുന്നതിന് മാതൃക കാണിച്ചു തരികയാണ് നമുക്ക്. അതുകൊണ്ട് സഹോദരങ്ങളെ, ചെറുപ്പത്തിൽ മുതലേ നമ്മുടെ മക്കളെ തൊട്ട് നമ്മുടെ കുടുംബത്തെ, നമ്മുടെ തന്നെയും ഖൽബിൽ നമ്മൾ അനിസ്ലാമികതകൾ വളർന്നു വരുന്നത് സൂക്ഷിക്കണം. ചില പണ്ഡിതന്മാർ പറഞ്ഞു, നമ്മുടെ ഖൽബ് എന്ന് പറഞ്ഞാൽ, ഹൃദയം എന്ന് പറഞ്ഞാൽ തനിച്ച വെള്ള വസ്ത്രത്തെ പോലെയാണ്. തനിച്ച വെള്ള വസ്ത്രം, ശുദ്ധമായ വെള്ള വസ്ത്രം. എന്തൊരു ചെറിയ അഴുക്ക് ബാധിച്ചാലും മറ്റു നിറങ്ങൾ വന്നാലും അത് പ്രതിഫലിക്കും. ഇതുപോലെയാണ് നമ്മുടെ ഖൽബ്. എത്ര നിസാരമായ മാലിന്യം അഴുക്ക് അവിടെ പുരണ്ടാലും അത് പ്രതിഫലിക്കും. അതുകൊണ്ടാണ് കണ്ണുകളെ നിയന്ത്രിക്കാൻ ഇസ്ലാം വളരെ ഗൗരവത്തിൽ പഠിപ്പിച്ചത്. വ്യഭിചാരത്തെ നിയന്ത്രിക്കാൻ, ലൈംഗിക വിശുദ്ധി പാലിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം ഖുർആനിൽ പറഞ്ഞത് ഖുല്ലിൽ മുഅ്മിനീന യഗുദ്ദു മിൻ അബ്സാരിഹിം വയഹ്ഫദു ഫുറൂജഹും. മുഅ്മിനീങ്ങൾ അവരുടെ ദൃഷ്ടികളെ താഴ്ത്തട്ടെ ഹറാമുകളിൽ നിന്ന്, അങ്ങനെ അവരെ ലൈംഗിക വിശുദ്ധി പാലിക്കട്ടെ. കാരണം കണ്ണിലൂടെ എന്തൊക്കെ തോന്നിവാസങ്ങൾ കാണുന്നു അതൊക്കെ ഖൽബിൽ പ്രതിഫലിക്കും. അൽ ഐനു മിർആത്തുൽ ഖൽബ്. കണ്ണ് എന്നത് ഹൃദയത്തിൻ്റെ കണ്ണാടിയാണ്. അവിടെ കണ്ടത് ഇവിടെ റിഫ്ലക്റ്റ് ചെയ്യും. എത്ര ചെറുതാണെങ്കിലും, എത്ര ചെറിയ തോന്നിവാസമാണെങ്കിലും സമൂഹത്തിൻ്റെ കണ്ണിൽ, നമ്മുടെ ഖൽബിൽ വെള്ള വസ്ത്രത്തിൽ അഴുക്ക് ഉരുളുന്നത് പോലെ സ്വാധീനിക്കപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രസിദ്ധമായൊരു ദുആ, ആ ദുആ 22 കാര്യങ്ങൾ, 22 വാചകങ്ങൾ, 22 തേട്ടങ്ങൾ അടങ്ങുന്ന മഹത്തായ ദുആയാണ്. റബ്ബി അഇന്നി വലാ തുഇൻ അലൈ വൻസുർനി വലാ തൻസുർ അലൈ എന്ന് തുടങ്ങുന്ന ദുആ. ഈ ദുആഇൻ്റെ അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 22ാമത്തെ കാര്യമായി അവിടുന്ന് ചോദിക്കുകയാണ് അള്ളാഹുവിനോട്, വസ്ലുൽ സഖീമത ഖൽബി. അങ്ങനെയാണ് ആ ദുആ അവസാനിപ്പിക്കുന്നത്. വസ്ലുൽ സഖീമത ഖൽബി. അള്ളാഹുവേ, എൻ്റെ ഹൃദയത്തിൻ്റെ മാലിന്യങ്ങൾ നീ നീക്കിക്കളയണമേ. എൻ്റെ ഹൃദയത്തിൽ അഴുക്കിൽ നിന്ന് നീ ഹൃദയത്തെ സുരക്ഷിതമാക്കണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യണം. നമ്മൾ എത്ര ദുആ ചെയ്യണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തേക്കാൾ പരിശുദ്ധമായ മറ്റേത് ഹൃദയമാണുള്ളത്? പാപക്കറകൾ ബാധിക്കാത്ത, ഹൃദയത്തിൻ്റെ യാതൊരു രോഗങ്ങളുടെയും ലാഞ്ചന പോലുമില്ലാത്ത നബിയുടെ ദുആയാണിതെങ്കിൽ, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന അല്ലാഹു, എൻ്റെ ഹൃദയത്തെ നിൻ്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണമേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഖൽബിനെ നന്നാക്കാൻ ഏറ്റവും അധികം ദുആ ചെയ്തത്. നമ്മുടെ ഖൽബും അവിടുത്തെ ഖൽബും എത്ര അകലെയാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അവിടുന്ന് പഠിപ്പിച്ചല്ലോ, ഒരാളൊരു തെറ്റ് ചെയ്താൽ, ഒരടിമ ഒരു തിന്മ പ്രവർത്തിച്ചാൽ, ഇദാ അഖ്തഅ ഖതിഅതൻ നുകിതത് ഫീ ഖൽബിഹി നുക്തതുൻ സൗദാ. അവൻ്റെ ഖൽബിൽ, ഹൃദയത്തിലൊരു കറുത്ത പാട് വീഴും. അള്ളാഹുവിൻ്റെ ദീനിൽ അള്ളാഹുവും അവൻ്റെ റസൂലും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹറാമാക്കിയ ഒരു തിന്മ, ഞാൻ പറയട്ടെ, കാലഘട്ടം മുഴുവൻ അത് പ്രവർത്തിക്കുന്നു, സമൂഹം മുഴുവൻ അത് ചെയ്യുന്നു. പക്ഷെ അള്ളാഹിൻ്റെ ദീനിൽ അത് ഹറാമാണ്. നമ്മുടെ വീടും നാടും കുടുംബവും എല്ലാം അത് ചെയ്യുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയതാണ്, നമ്മളത് ഒഴിവാക്കണം. നമ്മളത് പ്രവർത്തിച്ചാൽ ഹൃദയത്തിലൊരു കറുത്ത പാട് വീഴുമെന്നാണ് സത്യം മാത്രം പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണിത്. എന്താ നമുക്ക് നഷ്ടം എന്നാണ് നമ്മൾ ചിന്തിക്കുക. എന്തപ്പോൾ അതിന് പ്രശ്നം? ആരപ്പോൾ ചെയ്യാത്തത്? ഇക്കാലഘട്ടത്തിൽ എപ്പാക്ക് നോക്കിക്കഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റുമോ എന്നാണ് നമ്മൾ ന്യായം പറയൽ. എൻ്റെ കൂടെയുള്ളവർ അങ്ങനെയാണല്ലോ, വീട്ടിലിങ്ങനെയാണല്ലോ, ഇങ്ങനെ പല ന്യായങ്ങൾ നമ്മൾ കണ്ടെത്തും. പക്ഷെ നമ്മൾ അറിയുന്നില്ല നമുക്കുണ്ടാകുന്ന നഷ്ടം. എന്താ നഷ്ടം? ഒരു തിന്മ പ്രവർത്തിച്ചാൽ, ഒരു തെറ്റ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ, അള്ളാഹുവിൻ്റെ ദീനിൽ ഹറാമായത്, നുകിത ഫീ ഖൽബിഹി നുകിതത് ഫീ ഖൽബിഹി നുക്തതുൻ സൗദാ. നമ്മൾ അറിയാതെ അവിടെ ഒരു കറുത്ത പാട് വീഴും, ഒരു കറ പാടിക്കും.
ഫഇദാ ഹുവ നസഗ വസ്തഗ്ഫറ വതാബ സുഖില ഖൽബു. അവനത് തെറ്റാണെന്ന് മനസ്സിലാക്കി തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്ത് അതിൽ നിന്ന് വിടവാങ്ങിയാൽ ആ പാടുമായും കൽബ് ശുദ്ധിയാകും. പക്ഷെ തെറ്റാണെന്ന ചിന്തയില്ലാതെ, ആരത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുത്താൽ തെറ്റാണെന്ന ചിന്ത പോലും ഇല്ലാതെ, അത് അംഗീകരിക്കാതെ അതിനിപ്പോൾ എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്ന ആളുകളുടെ അവസ്ഥ എന്താകും? തെറ്റിൽ നിന്ന് അവർ തെറ്റിലേക്ക് വീണ്ടും സഞ്ചരിക്കും, ചെയ്ത തെറ്റുകൾ തന്നെ വീണ്ടും ആവർത്തിക്കും. പറയാണ്, അവൻ ആ തെറ്റാവർത്തിക്കുകയും അത് വർദ്ധിപ്പിക്കുകയും ചെയ്താൽ അവൻ്റെ കൽബ് മുഴുവൻ, ഹൃദയം മുഴുവൻ ആ കറുത്ത പാട് വ്യാപിക്കും. ഹൃദയം കറുത്ത് കരിക്കട്ട പോലെയാകും. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഹൃദയത്തിന് മുദ്ര വെക്കുന്ന അവസ്ഥ. സൂറത്തുൽ മുത്തഫിഫീനിൽ അല്ലാഹു പറഞ്ഞു, കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. സംശയം വേണ്ട, അവരുടെ ഹൃദയങ്ങൾ ദീനും ഈമാനും ഇസ്ലാമും സുന്നത്തും ഒന്നും പ്രവേശിക്കാൻ പറ്റാത്ത രൂപത്തിൽ മുദ്ര വെക്കപ്പെട്ടിരിക്കുന്നു. എന്താ കാരണം? ബിമാ കാനൂ യക്സിബൂൻ. അള്ളാഹു വിലക്കിയ ഹറാമുകൾ അവർ അവരുടെ കൈകൾ കൊണ്ട് പ്രവർത്തിച്ചതിനാൽ. ഇതാണ് നമുക്ക് സംഭവിക്കുന്ന നഷ്ടം. നമ്മുടെ ഹൃദയത്തിനെ കറ ബാധിക്കുന്നത്, ഹൃദയം കറുത്തു പോകുന്നത് നമ്മൾ അറിയാതെയാണ് ഈ പ്രോസസ്സ് സംഭവിക്കുക. നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ, നമ്മൾ നിസാരവൽക്കരിക്കുന്ന തെറ്റുകൾ, അത് പിന്നെ തെറ്റുകളല്ലാതെ തോന്നുകയും അത് പിന്നെ നമ്മുടെ നിത്യപ്രവർത്തനമായി മാറുകയും ചിലപ്പോൾ അത് മേന്മയായും നന്മയായും നമ്മൾ പറഞ്ഞു നടക്കുകയും ചെയ്യും. അങ്ങനെയാണ് തിന്മകളിലേക്ക് ആളുകൾ ക്ഷണിക്കുന്നത്. ശൈത്താൻ അത് നമുക്ക് ഭംഗിയാക്കി തോന്നിക്കും. എക്കാലഘട്ടത്തിലും ശൈത്താനിൻ്റെ തന്ത്രമാണത്. അള്ളാഹുവിൻ്റെ ദീനിൽ ഹറാമാക്കിയ കാര്യങ്ങൾ ഭംഗിയാക്കി തോന്നിപ്പിക്കുക, മനോഹരമാക്കി തോന്നിക്കുക. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാൻ പണിയെടുത്തത് മുതൽ ശൈത്താൻ ഈ തന്ത്രം പയറ്റുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ദീനിൽ അവൻ ഹറാമാക്കിയതൊക്കെ ഭംഗിയാക്കുക എന്നുള്ളത്. വലാ തഖറബാ ഹാദിഹി ഷജറ ഫതകൂന മിനൽ ളാലിമീൻ. ഈ മരത്തിലേക്ക് നിങ്ങൾ അടുക്കരുത്, നിങ്ങൾ അതിൽ നിന്ന് തിന്നരുത്. തിന്നാൽ നിങ്ങൾ പാപികളായി പോകും, അടുത്താൽ നിങ്ങൾ പാപികളായി പോകും. അള്ളാഹു അടുക്കരുത് എന്ന് പറഞ്ഞ മരത്തെ ശൈത്താൻ എന്താ വിളിച്ചത്? ഷജറത്തുൽ ഖുൽദ്, മുൽക്കുൽ ലാ യബ്ല, ശാശ്വതത്വത്തിൻ്റെ മരം. ആ മരത്തിൽ നിന്ന് കഴിച്ചാൽ കാലാകാലം സ്വർഗത്തിൽ പാർക്കാം. നശിക്കാത്ത മലക്കുകളെ പോലെയുള്ള അധികാരവും അതുപോലെ തന്നെ മുൽക്കും നിങ്ങൾക്ക് ലഭിക്കും. അടുത്തോളിന്ന് പറഞ്ഞു, തിന്നോളിന്ന് പറഞ്ഞു. എന്താ സംഭവിച്ചത്? ആദം നബിയും അവിടുത്തെ പ്രിയ പത്നിയും സ്വർഗത്തിൽ നിന്ന് പുറത്തായി. ഇത് തന്നെയാണ് എക്കാലത്ത് ശൈത്താൻ പയറ്റുന്ന തന്ത്രം. അള്ളാഹുവിൻ്റെ ദീനിൽ ഹറാമാക്കിയ വ്യഭിചാരത്തെ പ്രണയമെന്നും ഭാവനമായ സ്നേഹബന്ധം എന്നൊക്കെ പറഞ്ഞ് ഫ്രണ്ട്ഷിപ്പ്, വ്യഭിചാരത്തെ ഹലാലാക്കുന്ന കോലമാണിത്. ഇസ്ലാമികേതര കുഫ്രൻ പ്രത്യയശാസ്ത്രങ്ങളെ പുരോഗമനം, സ്വാതന്ത്ര്യം, അതല്ലെങ്കിൽ സഹവർത്തിത്വം, മതേതരത്വം എന്നൊക്കെ പറഞ്ഞാണ് ശൈത്താൻ അതിനെ, കുഫ്റിനെ ഹലാലാക്കുന്നത്. ഇങ്ങനെ നോക്കൂ നിങ്ങൾ, മദ്യപാനം, ലഹരി ഉപയോഗം എന്ത് പറഞ്ഞിട്ടാണ് ഉപയോഗിക്കുന്നത്? അത് ഉപയോഗിക്കാത്ത ആണല്ല എന്നാണ്. അതൊക്കെ ഉപയോഗിച്ചാൽ ആൺകുട്ടിയാവുള്ളൂ എന്നാണ്. ആണത്തത്തെ ചൊടിപ്പിച്ചിട്ടാണ്. ഇങ്ങനെ പലതും എന്തൊക്കെ തോന്നിവാസങ്ങളുണ്ടോ നോക്കൂ നിങ്ങളിപ്പോൾ. ആൺകുട്ടികളെ പെൺകുട്ടികളെ വസ്ത്രധാരണ എന്താ കോലം? ഒരുപോലെ ആണും പെണ്ണും ഒരുപോലെ വസ്ത്രം ധരിക്കുന്നു. എന്താണ് അതിന് ശൈത്താനിട്ട ഓമനപ്പേര്? കുട്ടികൾക്കിടയിൽ, വിദ്യാർത്ഥികൾക്കിടയിൽ ലിംഗസമത്വം, ജെൻഡർ ന്യൂട്രാലിറ്റി. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇങ്ങനെ ആളുകൾ കേട്ടാൽ അവർ ആകർഷിക്കുന്ന രൂപത്തിലുള്ള ഭംഗിവാചകങ്ങളും പേരുകളും ഇട്ടിട്ട് തിന്മയെ, തോന്നിവാസങ്ങളെ മനോഹരമാക്കുക എന്നുള്ള തന്ത്രം ശൈത്താൻ പറ്റിക്കൊണ്ടിരിക്കുന്നു. അത് ബാധിക്കുന്ന നമ്മുടെ കൽബിലാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയത്തിൽ ഏതൊരു ചെറിയ കാര്യം പോലും സ്വാധീനിക്കുമെന്നത് നമ്മൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ മക്കളുടെയും വളർന്നു വരുന്ന ചെറിയ തലമുറയുടെയും ഇളം പ്രായക്കാരുടെയും കാര്യം നമ്മൾ പ്രത്യേകം ഗൗരവത്തിൽ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഈ ദുആ വസ്ലുൽ സഖീമത ഖൽബി എന്ന ദുആ നമ്മൾ പഠിച്ച് അതാവർത്തിച്ച് ദുആ ചെയ്യണം. അല്ലാഹുവേ, എൻ്റെ ഹൃദയത്തിൻ്റെ കറകളിൽ നിന്ന്, മാലിന്യങ്ങളിൽ നിന്ന് നീ അതിനെ മോചിപ്പിക്കണമേ എന്ന് നമ്മൾ ദുആ ചെയ്യണം. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൻ്റെ പടപ്പുകളിൽ ഏറ്റവും കുറ്റമറ്റ സുരക്ഷിതമായ ഹൃദയമുള്ളവർ സാക്ഷാൽ അമ്പിയാക്കളായിരുന്നു, മുർസലീങ്ങളായിരുന്നു. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ദുആ നമ്മൾ നേരത്തെ പറഞ്ഞു തുടക്കത്തിൽ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല
സൂറത്തു സ്വാഫാത്തിൽ പരിചയപ്പെടുത്തുന്നു. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറ്റി പറഞ്ഞു. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, വഇന്ന മിൻ ശിഅതിഹി ലഇബ്രാഹിം, അദ്ദേഹത്തിൻ്റെ സമൂഹത്തിൽപ്പെട്ട ആളായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാം. അമ്പിയാക്കളുടെ സമൂഹത്തിൽപ്പെട്ട ഇബ്രാഹിം ഇദ് ജാഅ റബ്ബഹു ബിഖൽബിൻ സലീം, അദ്ദേഹം തൻ്റെ റബ്ബിനടുക്കൽ സലീമായ കൽബുമായി വന്നെത്തി. അള്ളാഹു പറയാൻ, റബ്ബിനെ അദ്ദേഹം കണ്ടുമുട്ടിയത്, റബ്ബിനടുക്കൽ വന്നെത്തിയത് സുരക്ഷിതമായ കുറ്റമറ്റ ഹൃദയവുമായിട്ടാണ്. ഇബ്രാഹിം നബിയുടെ വിശേഷണമായി പറഞ്ഞത് സലീമായ കൽബുണ്ടാവുക എന്നുള്ളത്. അപ്പം കൽബ് സലീമാകുക എന്നുള്ളിടത്താണ് കാര്യം. സഹോദരങ്ങളെ, അതുകൊണ്ട് ദുനിയാവിലെ നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം കൽബ് സലീമാക്കുക എന്നുള്ളതായിരിക്കണം. മറ്റെന്ത് നമുക്ക് ലഭിക്കട്ടെ, നമുക്ക് സമ്പത്തുണ്ടാകാം, മക്കളുണ്ടാകാം, വലിയ ജോലി ഉണ്ടാകാം, വലിയ സ്ഥാപനങ്ങളുണ്ടാകാം, വലിയ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാകാം. പക്ഷേ അതൊന്നും ഉപകാരം ചെയ്യാത്ത ഖിയാമത്ത് നാളിൽ യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ, ഉപകാരം ലഭിക്കുന്ന ഒരേ ഒരു കാര്യം ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, സലീമായ കൽബാണ്. നോക്കൂ നിങ്ങൾ, ഖിയാമത്ത് നാളിൽ നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന രംഗത്തെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, യുഹ്ശറുൻ നാസു യൗമൽ ഖിയാമത്തി ഹുഫാതൻ ഉറാതൻ ഉർല. ഖിയാമത്ത് നാളിൽ മനുഷ്യർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് ഹുഫാതൻ, നഗ്നപാതകരായി, പാദരക്ഷയില്ല, ചെരുപ്പില്ല, ഉറാതൻ, വിവസ്ത്രരായി, വസ്ത്രമില്ല, ഓർല, ചേലാകർമ്മം ചെയ്യപ്പെടാത്തവരായി. നമ്മളെങ്ങനെയാണോ ജനിച്ചു വീണത് അതുപോലെ ത്വക്കിൻ്റെ അംശം പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല പുനർനിർണയിക്കും. ചേലാകർമ്മം പോലും ചെയ്യാതെ നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കും. അല്ലാഹു ഖുർആനിൽ പറഞ്ഞാണത്, വലഖദ് ജിഅ്തുമൂനാ ഫുറാദാ കമാ ഖലഖനാകും അവ്വല മറ വതറക്തും മാ ഖവ്വൽനാകും വറാഅ ളുഹൂരിക്കും. നിങ്ങൾ ഒറ്റക്കൊറ്റക്ക് അല്ലാഹുവിൻ്റെ മുമ്പിൽ വന്നെത്തുന്നതാണ്. നിങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യ തവണ എങ്ങനെയാണോ സൃഷ്ടിച്ചത് അതുപോലെ. ആദ്യ തവണ നമ്മളെങ്ങനെ സൃഷ്ടിച്ചത്? ഉമ്മായുടെ ഗർഭപാത്രത്തിൽ നിന്ന് 10 മാസത്തിന് ശേഷം നമ്മളെങ്ങനെയാണോ പുറത്തു വന്നത്? വിവസ്ത്രരായി, നഗ്നപാതകരായി, ചേലാകർമ്മം ചെയ്യപ്പെടാത്തവരായി. ഇതുപോലെ നിങ്ങളുടെ ഖബറുകളിൽ നിന്ന് ഒറ്റക്കൊറ്റക്ക് നിങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊണ്ടുവരുന്നതാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, വതറക്തും മാ ഖവ്വൽനാകും വറാഅ ളുഹൂരിക്കും. ദുനിയാവിൽ നിങ്ങൾക്ക് അധീനപ്പെടുത്തി തന്നത് എന്തൊക്കെയുണ്ടോ, ഭൗതികമായി നിങ്ങൾ നേടിയത് എന്തൊക്കെയുണ്ടോ, അതൊക്കെ നിങ്ങൾ പുറകിൽ ഉപേക്ഷിച്ചിട്ടാണ് വരുന്നത്. ഒന്നുമില്ല, ശൂന്യരായി, ഒന്നുമില്ലാതെ, ഉടുവസ്ത്രം പോലും ഇല്ലാതെ, അങ്ങനെയാണ് നമ്മൾ അല്ലാഹുവിൻ്റെ മുമ്പിൽ എത്തുന്നത്. ഒന്നും നമുക്ക് ഉപകാരം ചെയ്യില്ല. അതാണ് പറഞ്ഞത്, യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ. ഇട്ട വസ്ത്രമോ, ധരിച്ച ചെരുപ്പോ, വിച്ഛേദിച്ച ത്വക്കോ നമുക്ക് അവിടെ ബാക്കിയില്ല. എല്ലാം പിറന്നപടി അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു നൽകി നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കും. എന്താ പിന്നെ നമ്മുടെ കയ്യിലുള്ളത്? അവിടെ ഉപകാരപ്പെടുന്ന ഒരേ ഒരു കാര്യം മാത്രമാണ്, ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, സലീമായ ഹൃദയം ഉണ്ടാകുക എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് ചില്ലറ കാര്യമല്ല. നമ്മുടെ ഹൃദയത്തെ ഇസ്ലാമികേതര, ഞാൻ ആവർത്തിച്ചു പറയട്ടെ, ചിന്തകൾ, വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, സംസ്കാരങ്ങൾ, ദുനിയാവിൻ്റെ ഭൗതികതയുടെ അതിപ്രസരങ്ങൾ, ഇതൊന്നും മതിച്ചുകൂടാ. ആരെക്കാളും എന്തിനേക്കാളും അള്ളാഹും അവൻ്റെ റസൂലും അവൻ്റെ ദീനും നമ്മുടെ കൽബിൽ, ഹൃദയത്തിൽ വാഴണം. അല്ലാത്തവർക്ക് ഈ സലീമായ ഹൃദയവുമായി ഒരു ഉപകാരവും ചെയ്യാത്ത ആ നാളിൽ കണ്ടുമുട്ടാൻ സാധിക്കുകയില്ല. ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ ചെറുപ്പക്കാരുടെ, യുവാക്കളുടെ, അല്ല പല മുതിർന്ന ആളുകളുടെയും എന്താണ് അവരുടെ ജീവിത ലക്ഷ്യമെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും മറുപടി? എന്താ മറുപടി? നിങ്ങൾ ചോദിച്ചു നോക്കുന്നു. എൻ്റെ മുമ്പിലിരിക്കുന്ന തലമുതിർന്ന താടിമുടിയൊക്കെ നരച്ച കാരണവന്മാരോട് ചോദിക്കണേ, നമ്മളെ മക്കളോട് നമ്മൾ ചോദിച്ചിട്ടുണ്ടോ? നമ്മളെ മക്കളുടെ കൂട്ടത്തിൽ പ്രായപൂർത്തിയായവരുണ്ടാകും, പെൺകുട്ടികളുണ്ടാവും, ആൺകുട്ടികളുണ്ടാവും, ചെറിയ മക്കളുണ്ടാവും. നമ്മുടെ മക്കളോട് എപ്പോഴെങ്കിലും നമ്മൾ ചോദിച്ചിട്ടുണ്ട്, എന്താ മോനെ എൻ്റെ ജീവിത ലക്ഷ്യം? എനിക്ക് ആരാകാനാണ് ആഗ്രഹം? നമ്മൾ പല ജീവിത ലക്ഷ്യങ്ങളും അവർക്ക് മുമ്പിൽ നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾ ആരാകണമെന്നൊക്കെ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ടാവും. ഈ പരലോകത്ത് ഒന്നും ഉപകാരപ്പെടാത്ത, നിസ്സഹായരായി, ശൂന്യരായി നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ പിറന്നപടി ചെല്ലുന്ന ആ രംഗത്ത് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ഡയറക്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ടോ?
ആ ലക്ഷ്യത്തെപ്പറ്റി എന്തെങ്കിലും ചോദ്യങ്ങൾ നമ്മൾ ഉന്നയിച്ചിട്ടുണ്ടോ? ഒന്ന് ആഴത്തിൽ ഗൗരവത്തിൽ ചിന്തിച്ചു നോക്കും. ഇത് യാഥാർത്ഥ്യമാണ്, ഇത് സത്യമാണ്. നമ്മൾ ജനിച്ചു എന്ന് ഉറപ്പാണെങ്കിൽ, നമ്മൾ മരിക്കുമെന്ന് ഉറപ്പാണെങ്കിൽ, അതുപോലെ ഉറപ്പാണ് മരിച്ചതിന് ശേഷം നശിക്കാത്ത നമ്മുടെ ഒരു വാലസ്തീൻ്റെ ടൈൽ ബോൺ എന്ന് പറയും, കോക്സിക്സ്. ഹദീസിൽ വന്നതാണ് ആ പ്രയോഗം. ആ അസ്ഥിയിൽ നിന്ന് നമ്മെ അള്ളാഹു പുനർത്തെഴുന്നേൽപ്പിക്കും. ശാസ്ത്രം കണ്ടെത്തിയതാണ്. മനുഷ്യൻ മരിച്ചാലും അവൻ്റെ നശിക്കാത്ത അവൻ്റെ ശരീരത്തിലെ ഭാഗമാണ് ഈ ടൈൽ ബോൺ. ഹദീസിൽ സമാനമായ പ്രയോഗമുണ്ട്. അതിൽ നിന്ന് അള്ളാഹു നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് സത്യമാണ്. വല്ലാഹി സുമ്മ തല്ലാഹി വബില്ലാഹി, ഇത് സത്യമാണ്. അള്ളാഹിൻ്റെ മുമ്പിൽ ഇങ്ങനെ ചെന്ന് നിൽക്കേണ്ടി വരും. എന്താണ് അവിടെ ഉപകാരം ചെയ്യുക? ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, സലീമായ കൽബേ നമുക്ക് ഉപകാരം ചെയ്യുള്ളൂ. നമ്മുടെ മക്കളുടെ ഹൃദയത്തിൽ നമ്മൾ ചെറുപ്പത്തിൽ നട്ടുപഠിപ്പിച്ചത് എന്താണ്? നമ്മൾ അവരെ കാതിലൂടെ ഓതിക്കൊടുത്തത് എന്താണ്? അവരുടെ ഹൃദയത്തിൽ നമ്മൾ വെച്ചു പിടിപ്പിച്ചത് എന്താണ്? ചിന്തിക്കേണ്ടത് നമ്മൾ. നമ്മുടെ കൽബിൻ്റെ അവസ്ഥ എന്താണ്? വരും തലമുറ വീണ്ടും കൂടുതൽ വഷളാകുകയാണ്. ഫിത്തനകളിലേക്ക് അവരെന്ത് ചെയ്യാണ്? നയിക്കപ്പെടുകയാണ്. അവരുടെ മസ്തിഷ്കങ്ങൾ അത് എന്താ പറയുക, പൈശാചിക വൃത്തികൾ ചെയ്യുന്ന ആളുകൾ, പിശാചുക്കൾ, മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ പിശാചുക്കൾ അപഹരിക്കുകയാണ്. കഴിഞ്ഞ തലമുറയെ പോലെയല്ല ഇക്കാലഘട്ടത്തിലെ മക്കൾ. അവർ ദീനിൽ നിന്ന് ബഹുദൂരം അകലുകയാണ്. ഈ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുന്നില്ലേ? നമ്മുടെ ജനറേഷനിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ജനറേഷനിൽ, നിങ്ങളുടെ ചെറുപ്പത്തിൽ സംസാരിക്കുന്ന, പ്രകടമാകുന്ന വൃത്തികേടുകളാണോ ഇന്ന് സമൂഹത്തിൽ കാണുന്നത്? ഇൻ്റർനെറ്റും സ്മാർട്ട് ഫോണും സോഷ്യൽ മീഡിയയും തകർത്താടുന്ന പൈശാചികതകളും നിറഞ്ഞു നിൽക്കുന്ന കൂരിട്ടിന് സമാനമായ ഫിത്തനകൾ പേമാരി വർഷം പോലെ പെയ്തിറങ്ങുന്ന ഈ ഫിത്തനയുടെ കാലഘട്ടത്തിലും നമ്മൾ അതിനെക്കുറിച്ച് ബോധവാന്മാരല്ല എന്ന് പറഞ്ഞാൽ പരലോകത്തെക്കുറിച്ച് എന്ത് ചിന്തയാണ് നമുക്കുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. പലപ്പോഴും നമ്മുടെ ലക്ഷ്യവും ചിന്തയും ചർച്ചയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കൊതുകിൻ്റെ ചിറകിനോളം പോലും വില കൽപ്പിക്കാത്ത ദുനിയാവിനെ കുറിച്ചായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ലൗ കാനത്തി ദുനിയ തഅദിലു ഇൻദല്ലാഹി ജനാഹ ബഊദത്തിൻ മാ സഖാ മിൻഹാ കാഫിറുൻ ശർബത മാ. ഈ ദുനിയാവിനെങ്ങാനും ഒരു കൊതുകിൻ്റെ ചിറകിനോളമെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല വില കൽപ്പിച്ചിരുന്നുവെങ്കിൽ, തൂക്കം കൽപ്പിച്ചിരുന്നുവെങ്കിൽ, ഒരു കാഫിറും, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ഒരു ധിക്കാരിയായ കാഫിർ പോലും ഒരിറക്ക് വെള്ളം പോലും ഈ ദുനിയാവിൽ നിന്ന്, അള്ളാഹിൻ്റെ ഭൂമിയിൽ നിന്ന് കുടിക്കില്ലായിരുന്നു. എന്തുകൊണ്ടാണ്? തോന്നിവാസങ്ങൾ പ്രവർത്തിക്കുന്നവർക്ക് തോന്നിവാസം ചെയ്യാൻ, സുഖിക്കുന്നവർക്ക് സുഖിച്ചുകൊണ്ടേയിരിക്കാൻ, ധിക്കാരികൾക്ക് ധിക്കാരത്തിൽ ആറാടാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നിഷേധിക്കുന്ന റബ്ബില്ല എന്ന് പറയുന്നവൻ്റെ നാവിനെ പടച്ച റബ്ബിനെ വീണ്ടും അവനെ നിഷേധിക്കാൻ നാവ് വെക്കാൻ എന്തുകൊണ്ടാണ് സാധിക്കുന്നത്? ദുനിയാവിന് അള്ളാഹു അത്രേ മാർക്കിട്ടിട്ടുള്ളൂ, അത്രേ വില കൽപ്പിച്ചിട്ടുള്ളൂ. കടലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളെ വിരലൊന്ന് അടിച്ചു വരുന്ന തിരമാലിലൊന്ന് മുക്കി പുറത്തെടുത്ത് നോക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കടലിലൊന്ന് നിങ്ങളെ വിരൽ മുക്കിയൊന്ന് നിങ്ങൾ പുറത്തെടുത്ത് നോക്കൂ. ഫല്യൻദുർ ബിമാ ദായർജി. എന്താണ് കാണുന്നത്? 1-2 തുള്ളി വെള്ളം. ഇതാണ് ദുനിയാവ്. തിരയടിച്ചു വരുന്ന തിരമാലയിൽ നിങ്ങളൊന്ന് കൈമുക്കി എടുത്തു നോക്കിയാൽ നിങ്ങളുടെ വിരലിൻ്റെ അറ്റത്ത് അവശേഷിക്കുന്ന 2 തുള്ളി വെള്ളം. ഇതാണ് ദുനിയാവ്, നശിക്കുന്ന ദുനിയാവ്. ഒറ്റാതെ കിടക്കുന്ന പാരാപാരം പോലെയുള്ള സമുദ്രമാണ് ആഖിറം. മരിക്കാത്ത ജീവിതം നമുക്ക് വരാനുണ്ട്. സഹോദരങ്ങളെ, ഈ നശിക്കുന്ന ദുനിയാവിൻ്റെ ചിന്തകളും വർത്തമാനങ്ങളും ചർച്ചകളും മോഹങ്ങളും അഭിലാഷങ്ങളും സ്വപ്നങ്ങളുമാണ് ഇക്കാലഘട്ടത്തിലെ മുതിർന്ന ആളുകളുടെ, രക്ഷിതാക്കളുടെ വരെ മനസ്സിലുള്ളത്. അതാണ് അവരുടെ ലക്ഷ്യം. ജീവിക്കുന്നത് ദുനിയാവിന്, അധ്വാനിക്കുന്നത് ദുനിയാവിന്, മരിക്കുന്നതും ദുനിയാവ്. എന്താണ് മുസ്ലിം നിന്റെ ലക്ഷ്യം? എന്താണ് നിന്റെ ചിന്ത? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചത് വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, അവന് മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടി, അല്ലാതെ മറ്റൊന്നിനുമല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് നമ്മൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട കാര്യമാണ്. എങ്ങനെ നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ സലീമായ, കേടുവരാത്ത, ആരോഗ്യമുള്ള, കൊളസ്ട്രോൾ ബാധിക്കാത്ത, രക്തം ബ്ലോക്കാവാത്ത ഹൃദയമുള്ള, അല്ലേ, ഹാർട്ട് സർജറി നടത്താത്ത, നല്ല ആരോഗ്യമുള്ള ഹൃദയം എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു ആൻജിയോപ്ലാസ്റ്റി പോലും ചെയ്യാത്ത, ഒരു കാർഡിയോളജിസ്റ്റിനെയും കാണാത്ത, അങ്ങനെയുള്ള ഹെൽത്തിയായ ഹൃദയവുമായി കണ്ടുമുട്ടുന്നവരെ കുറിച്ചല്ല ഈ ചർച്ച. അള്ളാഹുവിൻ്റെ ദീനിനെതിരായ വിശ്വാസമോ ചിന്തയോ സംശയമോ
പ്രവർത്തനങ്ങളോ അതിൻ്റെ യാതൊരു ലാഞ്ചന്യമേൽക്കാത്ത സുരക്ഷിതമായ ഹൃദയം, ആഖിറത്തിനു വേണ്ടി, സ്വർഗത്തിനു വേണ്ടി ചിന്തകൾ നട്ടുപിടിപ്പിച്ച ഹൃദയം, അതിലായി വളർന്ന് ജീവിച്ചു മരിച്ച ഹൃദയം, ഈ ഹൃദയവുമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടാൻ എന്തുണ്ട് മാർഗം? ഇതായിരിക്കണം മുസ്ലിമീങ്ങളാണോ മുഅ്മിനീങ്ങളാണോ നമ്മുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും മക്കളുടെയും ആദ്യ ചർച്ചാ വിഷയം. ഫസ്റ്റ് പ്രയോറിറ്റി ഇതിനായിരിക്കണം. പ്രൈമറി ഇതാണ്, ബാക്കിയൊക്കെയാണ് സെക്കൻഡറി. ബാക്കി എന്ത് കാര്യങ്ങളുണ്ടോ അതിനൊക്കെ സെക്കൻഡറി ആക്കാൻ നമുക്ക് സാധിക്കണം. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിലൂടെയും ഹദീസുകളിലൂടെയും നമ്മെ പഠിപ്പിച്ച പ്രധാനപ്പെട്ട ദീനിൻ്റെ അടിത്തറ. ഖൽബ് നന്നാവുന്നുള്ളതാണ്. എങ്ങനെ നമുക്ക് സുരക്ഷിതമായ ഹൃദയം ലഭിക്കും? പണ്ഡിതന്മാർ അതിന് ധാരാളം ഉപദേശങ്ങൾ നൽകിയതായി കാണാം. മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് വഹി ഇറങ്ങിയ മസ്ജിദ് നബവിയുടെ ചാരത്തുള്ള മസ്ജിദിൽ ദർസെടുക്കുന്ന മദീന ജാമിയ ഇസ്ലാമിയ, മദീന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ PhD വിഭാഗം അധ്യാപകനായിട്ടുള്ള ഇന്ന് ജീവിച്ചിരിക്കുന്ന അറിയപ്പെട്ടൊരു പണ്ഡിതനാണ് ഷെയ്ഖ് സ്വാലിഹ് സിന്ദി ഹഫിളഹുല്ലാ. അദ്ദേഹം സുരക്ഷിതമായ കുറ്റമറ്റ ഹൃദയം അതിനുണ്ടാകേണ്ടുന്ന ഒരു 5 വിശേഷണങ്ങൾ ഖുർആനിൻ്റെയും ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ വിശദീകരിക്കുന്നുണ്ട്. വളരെ മനോഹരമായ ചില പദപ്രയോഗങ്ങളിലൂടെയാണ് അദ്ദേഹം അത് വിശദീകരിച്ചിട്ടുള്ളത്. 5 വിശേഷണങ്ങൾ. ഒന്ന്, അൽ വസ്ഫുൽ അവൽ ഹുവൽ ഖൽബുൽ ലദി അസ്ലം, അൽ വസ്ഫു സാനി ഹുവൽ ഖൽബുൽ ലദി സല്ലം, അൽ വസ്ഫു സാലിസ് ഹുവൽ ഖൽബുൽ ലദി ഇസ്തസ്ലം, അൽ വസ്ഫു റാബി ഹുവൽ ഖൽബുൽ ലദി സലിം, അൽ വസ്ഫുൽ ഖാമിസ് ഹുവൽ ഖൽബുൽ ലദി സാലം. അൽ ഖൽബുൽ സലീം ഹുവൽ ഖൽബുൽ ലദി അസ്ലമ വസല്ലമ വസ്തസ്ലമ വസലിമ വസാലം. ഇതാണ് സുരക്ഷിതമായ ഹൃദയത്തിൻ്റെ 5 വിശേഷണങ്ങൾ. ഒന്നാമത്തത് അൽ ഖൽബുൽ ലദി അസ്ലം, ഐ അസ്ലമ ലില്ലാഹ്, അല്ലാഹുവിന് മാത്രം കീഴൊതുങ്ങുന്ന, കീഴ്പ്പെടുന്ന ഹൃദയമുള്ളവൻ. ഇതാണ് കുറ്റമറ്റ ഹൃദയത്തിൻ്റെ ഒന്നാമത്തെ വിശേഷണം. രണ്ടാമത്തത് വസല്ലമ ലിത്തിബാഇ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മാതൃകയ്ക്കും അനുകരണത്തിനും അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മാത്രം വിധേയത്വം കാണിക്കുന്ന ഹൃദയം. ആരെപ്പോലെയാകണം? ആരെ അനുകരിക്കണം? ആരെപ്പോലെ വസ്ത്രമുടുക്കണം? ആരെപ്പോലെ നടക്കണം, ഇരിക്കണം, സംസാരിക്കണം, പെരുമാറണം? പിൻപറ്റാനും മാതൃകയാക്കാനും വിധേയത്വം ആരോട്? അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മാത്രം. ഇതാണ് ഒരു ഖൽബിൽ, അതാണ് രക്ഷപ്പെട്ട, മെച്ചപ്പെട്ട, കുറ്റമറ്റ ഹൃദയത്തിൻ്റെ രണ്ടാമത്തെ വിശേഷണം. ഇതാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന ഇരു ഷഹാദത്ത് കലിമകളുടെ താല്പര്യം. അതുകൊണ്ടാണ് ഇസ്ലാം കാര്യങ്ങൾ ഒന്നാമതായി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് കലിമ പഠിപ്പിച്ചത്. അതിനുശേഷമേ നിസ്കാരം എണ്ണിയിട്ടുള്ളൂ. പിന്നെയാണ് നോമ്പും സക്കാത്തും ഹജ്ജും എല്ലാം. കാരണം എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് ഖൽബിൽ വളർന്ന് പടർന്ന് പന്തലിച്ചില്ലെങ്കിൽ നീ എത്ര നിസ്കരിച്ചിട്ടും എത്ര നോമ്പെടുത്തിട്ടും വർഷാവർഷം പോയി ഹജ്ജ് ചെയ്തിട്ടും മരിക്കുവോളം ഒരു കാര്യമില്ല. അതുകൊണ്ട് ഖൽബ് അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടും വിധേയപ്പെട്ടുകൊണ്ടേയിരിക്കണം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അൻ ലാ ഇലാഹ أشهد أن محمدا رسول الله، أشهد أن محمدا رسول الله.
حي على الصلاة حي على حي على الفلاح حي على الله أكبر الله أكبر لا إله إلا الله. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി ബഅദ്. സഹോദരങ്ങളെ, കുറ്റമറ്റ ഹൃദയത്തിൻ്റെ ആദ്യ രണ്ട് വിശേഷണങ്ങൾ, ഒന്ന് അസ്ലമലില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് കീഴൊതുങ്ങുന്ന ഹൃദയം. രണ്ട്, വസല്ലമ ലിത്തിബാഇ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നതിന് വിധേയത്വം കാണിക്കുന്ന ഹൃദയം. നമ്മൾ പറഞ്ഞു, ഇതാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന ഇരു ഷഹാദത്ത് കലിമകളുടെ താല്പര്യം. പണ്ഡിതന്മാർ അതിനെ ലളിതമായി വിശദീകരിച്ചു. അള്ളാഹുവിന് കീഴൊതുങ്ങുന്ന ഹൃദയം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് സാക്ഷാത്കരിക്കുന്ന ഹൃദയം എന്ന് പറഞ്ഞാൽ ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്, ഇബാദത്തിന് അർഹത ന്യായമായും അല്ലാഹു ഇല്ലാതെ മറ്റൊരാൾക്കുമില്ല എന്ന് അംഗീകരിക്കുന്ന, അത് പ്രവർത്തിക്കുന്ന ഹൃദയം. ആരാധനകളുടെ, ഇബാദത്തുകളുടെ ഏതേതംശവും അള്ളാഹുവിന് മാത്രം, അള്ളാഹു ഇല്ലാത്ത ഒരാൾക്കും. ലാ മലക്കുൻ മുഖറബുൻ വലാ നബിയുൻ മുർസലുൻ, അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ആകട്ടെ. മലക്കുകളിൽ ഏറ്റവും അടുത്തവൻ അള്ളാഹുവിനോട് ജിബ്രീലാണ്. അമ്പിയാക്കളിൽ, മുർസലീങ്ങളിൽ, മനുഷ്യരിൽ അള്ളാഹുവിനോട് ഏറ്റവും അടുത്തവൻ, അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവൻ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലാ നബിയുൻ മുർസൽ, ആരുമാകട്ടെ, അവർക്ക് പോലും അതിന് അവകാശമില്ല. തേട്ടങ്ങളോ പ്രാർത്ഥനകളോ നേർച്ചകളോ പ്രതീക്ഷയോ ഭയമോ വരമേൽപ്പിക്കലോ അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലാത്ത ആർക്കും, അവരെത്ര ശ്രേഷ്ഠതയുള്ളവരാണെങ്കിലും എത്ര പോരിശയുള്ളവരാണെങ്കിലും അവർക്ക് അർഹതയില്ല. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹുവിന് മാത്രം വിധേയത്വം കാണിക്കുന്ന ഹൃദയത്തിൻ്റെ പ്രത്യേകത. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ, അവിടുത്തെ സുന്നത്തിനെ, അവിടുത്തെ പിൻപറ്റലിനെ, അതിനോട് വിധേയത്വം കാണിക്കുന്ന ഹൃദയമെന്ന് പറഞ്ഞാൽ ലാ മത്ബൂഅ ബിഹഖിൻ ഇല്ലാ റസൂലുള്ളാഹ്, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയല്ലാതെ മാതൃകയാക്കാൻ, പിൻപറ്റപ്പെടാൻ, അനുകരിക്കാൻ യോഗ്യനായ മറ്റാരുമില്ല എന്ന് അംഗീകരിക്കുന്ന ഹൃദയം. ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? അള്ളാഹുവിന് മാത്രമേ നമ്മൾ ഇബാദത്ത് ചെയ്യുന്നുള്ളൂ, അള്ളാഹുവിന് വേണ്ടി മാത്രമാണ് നമ്മൾ നിസ്കാരം, നോമ്പ്, സകാത്ത്, ഹജ്ജ്. ഇത് മുസ്ലിമീങ്ങൾ അംഗീകരിക്കുന്ന തത്വമാണ്. ഏതൊരു മുസ്ലിമിനും നിഷ്പ്രയാസം ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷേ പ്രവർത്തനത്തിൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഇത് പറച്ചിലും അല്ലെങ്കിൽ തത്വത്തിലും അംഗീകരിക്കുമെങ്കിലും പക്ഷെ പ്രവർത്തന രംഗത്ത് വീഴ്ച വരുത്തും. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ് അനുസരിക്കപ്പെടാൻ, പൂർണ്ണമായി ചോദ്യം ചെയ്യപ്പെടാതെ അനുകരിക്കപ്പെടാൻ, മാതൃകയാക്കപ്പെടാൻ യോഗ്യൻ മറ്റാരുമില്ല എന്നത് അംഗീകരിക്കാൻ പലർക്കും പ്രയാസമാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹയെ അപേക്ഷിച്ച്. കാരണം നമുക്ക് പലരെ പോലും വേഷം കെട്ടേണ്ടി വരും, പലരെയും നമുക്ക് അനുകരിക്കേണ്ടി വരും, പലരെയും നമുക്ക് റോൾ മോഡലാക്കേണ്ടി വരും.
രാഷ്ട്രീയക്കാരുണ്ടാകും, സംഘടനാ നേതാക്കളുണ്ടാകും, സെലിബ്രിറ്റികളുണ്ടാകും, യുവാക്കൾക്കാണെങ്കിൽ കായിക താരങ്ങളുണ്ടാകും, ഫിലിം ആർട്ടിസ്റ്റുകളുണ്ടാകും. ആധുനിക തലമുറക്ക് ദഹിക്കാതെ പോകുന്ന ഇസ്ലാമിൻ്റെ അടിത്തറയാണിത്. മുഹമ്മദുർ റസൂലുള്ളാഹ്. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മോട് പറഞ്ഞത് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറ. അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്നാഗ്രഹിക്കുന്നവർ, ഖിയാമത്ത് നാളിനെ പ്രതീക്ഷിക്കുന്നവർ, അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുന്നവർ. നമ്മൾ അതിനെപ്പറ്റിയാണ് നേരത്തെ പറഞ്ഞത്. അള്ളാഹുവിനെ നമ്മൾ എങ്ങനെയാണ് കണ്ടുമുട്ടേണ്ടത്? ഇല്ലാമൻ അത്തല്ലാഹ ബി ഖൽബിൻ സലീം, സലീമായ ഹൃദയത്തോടെ. ഖിയാമത്ത് നാളിൽ എന്താണ് നമുക്ക് ഉപകാരപ്പെടുക? ഇല്ലാമൻ അത്തല്ലാഹ ബി ഖൽബിൻ സലീം, സലീമായ ഹൃദയം. അവരാണ് അള്ളാഹുവിനെ കൂടുതൽ ഓർക്കുന്നവർ. അങ്ങനെയുള്ളവർക്ക് ഉത്തമമായ മാതൃക ആരിൽ മാത്രമാണ്? ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലാണ്. മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഈ ആയത്തിനെ വിശദീകരിക്കവേ പറഞ്ഞു, ഈ ആയത്ത് അസ്ലുൻ കബീറുൻ ഫി തഅസ്സി ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി അഖ്വാലിഹി വ അഫ്ആലിഹി വ അഹ്വാലിഹി. അള്ളാഹുവിൻ്റെ റസൂലിനെ തൻ്റെ വാക്കിലും പ്രവർത്തനത്തിലും അവസ്ഥാന്തരങ്ങളിലുമുടനീളം മാതൃകയാക്കുന്നതിൻ്റെ ഏറ്റവും വലിയ അടിത്തറയാണ്. അള്ളാഹു പഠിപ്പിക്കുന്ന ദീനിൻ്റെ ഏറ്റവും വലിയ അടിത്തറയാണിത്. എന്താണ് അടിത്തറ? നമ്മുടെ വാക്ക്, നമ്മളൊരു വാക്കുരിയാടുന്നുണ്ടോ? ആരെയാണ് നമ്മൾ മാതൃകയാക്കുന്നത്? ഇല്ലാ റസൂലുള്ളാഹ്, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാതെ ആരെയാണ് നമ്മൾ മാതൃകയാക്കേണ്ടത്? നമ്മൾ എന്തെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ? നിസ്കാരം നോമ്പ് മാത്രമാണോ അള്ളാഹിൻ്റെ റസൂലിനെ അനുകരിച്ച് ചെയ്യേണ്ടത്? ആണോ? ചില ആളുകൾ വിചാരിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. നോമ്പ് വെക്കുമ്പോഴും നിസ്കരിക്കുമ്പോഴും മാത്രം മതി അള്ളാഹിൻ്റെ റസൂലിനെ അനുകരിക്കേണ്ടതും. അതും ചെയ്യുന്നുണ്ടോ? എന്താണ് നമ്മൾ നിസ്കാരത്തിൻ്റെ അവസ്ഥ? നിസ്കാരത്തിൽ നമ്മൾ കൈ ഉയർത്തുന്ന പോലെ എന്താ? കൈ കെട്ടുന്ന പോട്ടെ, കൈ ഉയർത്തുന്നിടത്ത് നമ്മളെ അവസ്ഥ എന്താ? അള്ളാഹിൻ്റെ റസൂൽ ഉയർത്താൻ പറഞ്ഞ പോലെയാണ്. ആളുകൾ നിസ്കാരത്തിൽ കൈ പൊക്കുന്നത് മാത്രം നിങ്ങൾ വീഴ്ച നോക്കും. അവിടെയെങ്കിലും അള്ളാഹിൻ്റെ റസൂലിനെ അങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്യുന്നുണ്ടോ? ആകെ ആളുകൾ അംഗീകരിക്കുന്ന തത്വത്തിൽ നിസ്കാരത്തിലും നോമ്പിലും ഹജ്ജിലും ഉംറക്കും അവിടെയൊക്കെ എന്ത് ചെയ്യണം? അവിടെ അള്ളാഹിൻ്റെ റസൂലിനെ മാതൃകയാക്കണം. അത് മതിയോ? അവിടെ തന്നെ നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു? ഇവിടെ നോക്കൂ നിങ്ങൾ, ഈ ആയത്ത് അള്ളാഹുവിൻ്റെ ഖുർആനിലെ ആയത്താണ് നമ്മൾ അംഗീകരിക്കുന്നുവെങ്കിൽ ഈ ആയത്തിൻ്റെ അർത്ഥം അള്ളാഹിൻ്റെ റസൂലും സ്വഹാബത്തും മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നമുക്ക് സാമർഥ്യമുണ്ടെങ്കിൽ, നമ്മളതിന് നമ്മുടെ ഹൃദയം വിശാലമാകുന്നുവെങ്കിൽ ഇതിൻ്റെ അർത്ഥം ഇതാണ്: നമ്മുടെ ഏതേതു വാക്കിലും ഏതേതു പ്രവർത്തനങ്ങളിൽ വാഹ്വാലി, ഏതവസ്ഥയിലും, റമദാനിൽ മാത്രമല്ല, ഹജ്ജിന് വേണ്ടി ഇഹ്റാമിൻ്റെ വസ്ത്രമുടുത്ത് ഹാജിയരാകാൻ നിശ്ചയിക്കുമ്പോഴല്ല, ദുനിയാവിലെല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് മരണം മുഖാമുഖം കാണുന്ന, മരണം ഉറപ്പിക്കുന്ന വേളയിലല്ല, കിടക്കപ്പായിലല്ല, ഏതവസ്ഥയിലും, റമദാനിലല്ല, റമദാനിനപ്പുറത്തും യുവാക്കളും സ്ത്രീകളും പുരുഷന്മാരും വൃദ്ധന്മാരും കുട്ടികളും ഏതവസ്ഥയിലും, സമ്പത്തുള്ള സമയത്തും സമ്പത്തില്ലാത്ത സമയത്തും, ആരോഗ്യവേളയിലും രോഗാവസ്ഥയിലും, ഏതവസ്ഥയിലും, നാട്ടിലാണെങ്കിലും വിദേശത്തിലാണെങ്കിലും ആൾക്കൂട്ടത്തിലാണെങ്കിലും ഒറ്റയ്ക്ക് നീ തനിച്ച് നിന്റെ റൂമിൽ ഏകാന്തമായിരിക്കുകയാണെങ്കിലും, ഏതവസ്ഥയിലും ഏതു പ്രവർത്തനത്തിലും ഏതു വാക്കിലും നിനക്ക് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ മാത്രമാണ് മാതൃകയുള്ളത് എന്ന അടിത്തറയാണ് ഈ ആയത്തിലുള്ളത്. ഖുർആനിലൂടെ അള്ളാഹു പറയാണ്. ഇതിങ്ങനെ വിശ്വസിച്ചില്ലെങ്കിൽ നമ്മുടെ സ്ഥാനം ഇസ്ലാമിൻ്റെ പടിക്ക് പുറത്താണ്. ഖുർആനിനെ ചോദ്യം ചെയ്യുന്ന വിശ്വാസ ജീർണതയിലേക്ക് നമ്മളെത്തും. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അതുകൊണ്ട് കാര്യം ചില്ലറ കാര്യമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ആല ഇമ്രാനിലെ ആയത്തിറക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അള്ളാഹുവിനോടും അവൻ്റെ ദീനിനോടുമൊക്കെ ഇഷ്ടം പുറമേക്ക് പ്രകടിപ്പിച്ച് കപട വേഷധാരികളായി ഇസ്ലാമിൽ നുഴഞ്ഞു കയറുന്ന ആളുകൾ രംഗപ്രവേശം ചെയ്തു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ പരീക്ഷിക്കാൻ വേണ്ടി ആയത്തിറക്കി. ഏതാണ് ആയത്ത്? ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്. പറയുക നബിയെ, അവർ അള്ളാഹുവിനോടുള്ള അവരുടെ സ്നേഹവും ഇസ്ലാമിനോടുള്ള അവരുടെ ആഭിമുഖ്യവും സത്യസന്ധമാണെങ്കിൽ, നമുക്ക് ഓരോരുത്തരെയും നമ്മെ അളക്കാൻ പറ്റുന്ന ആയത്താണിത്. അള്ളാഹുവിനോടും അവൻ്റെ ദീനിനോടും
അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുമുള്ള നമ്മുടെ സ്നേഹവും ആഭിമുഖ്യവും സത്യസന്ധമാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയാണ്, അവരോട് പറയുക നബിയെ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റൂ എന്നവരോട് പറയും. നമ്മുടെ ജീവിതത്തിൽ റസൂലുള്ളാഹി ഉണ്ടാകും സല്ലല്ലാഹു അലൈഹി വസല്ലം. കൊല്ലത്തിൽ ഒരു മാസത്തിൽ ഒരു ദിവസം തിരഞ്ഞെടുത്ത് റോഡ് ബ്ലോക്കാക്കി മാർഗതടസ്സമുണ്ടാക്കി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്നേഹപ്രകടനത്തിൻ്റെ പേരിൽ അവിടുന്ന് പഠിപ്പിക്കാത്ത, അവിടുത്തെ സ്വഹാബത്തിന് പരിചയമില്ലാത്ത, ഖുലഫാ റാഷിദുകളുടെ പോലും മാതൃകയില്ലാത്ത 4 മദ്ഹബിൻ്റെ അയിമ്മത്തുകൾക്ക് പോലും അന്യമായ മൗലിദാഘോഷവും പ്രവാചക സ്നേഹത്തിൻ്റെ പേരിലുള്ള നബിദിനാചരണവും, ഇതാണോ പ്രവാചക സ്നേഹം? ഇതാണോ ഹുബ്ബുർ റസൂൽ? ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാതൃകയാക്കുന്നതിൻ്റെ പാരമ്പര്യം? ഒരിക്കലല്ല. ഒരു ദിവസം കൊല്ലത്തിലൊരിക്കൽ തിരഞ്ഞെടുത്തിട്ട് അല്ല, പൂർണ്ണമായും നിന്റെ ജീവിതത്തിൽ നീ പ്രായപൂർത്തിയായത് മുതൽ നീ മരിക്കുവോളം നിന്റെ വാക്കിലും പ്രവർത്തനത്തിലും അവസ്ഥാന്തരങ്ങളിലും അള്ളാഹുവിൻ്റെ റസൂലിനെ നിനക്ക് പിൻപറ്റാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിനക്ക് അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടും ദീനിനോടുമുള്ള സ്നേഹം സത്യസന്ധമാണ് എന്ന് വിലയിരുത്തും. യുഹ്ബിബുക്കുമുല്ലാഹ്, അള്ളാഹുവിൻ്റെ സ്നേഹം തിരിച്ചു കിട്ടുകയും ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കിയതാണ്. സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയത്തെ അതിൻ്റെ രോഗങ്ങളിൽ നിന്ന് മുക്തമാക്കാൻ, സുരക്ഷിതമായ കുറ്റമറ്റ ഹൃദയമായി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക അടിവരയിട്ട് പറയട്ടെ, പൂർണ്ണമായി ഒന്നൊഴിയാതെ. നിർബന്ധമായ സുന്നത്താണോ അതല്ല കേവലം ഐച്ഛികമായ സുന്നത്താണോ? ഒഴിവാക്കി കഴിഞ്ഞാൽ ശിക്ഷയില്ലാത്ത, ചെയ്താൽ കൂലിയുണ്ട്, ഒഴിവാക്കിയ ശിക്ഷയില്ല, അങ്ങനത്തെ സുന്നത്താണോ? ആളുകൾ അങ്ങനെ ചോദിക്കുക, സുന്നത്താണെന്ന് പറഞ്ഞാൽ ചെയ്യൽ നിർബന്ധമായ സുന്നത്താണോ? ഇങ്ങനെ ചോദ്യം ചെയ്യാതെ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ സമ്പൂർണ്ണമായി സ്വീകരിക്കാൻ നമ്മുടെ ഹൃദയം എപ്പോൾ വിശാലമാകുന്നു അപ്പോൾ ഹൃദയത്തിൻ്റെ കറകളൊക്കെ ശുദ്ധീകരിക്കപ്പെടും. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, തസ്കിയത്തുൻ നുഫൂസി അസ്അബു മിൻ ഇലാജിൽ അബ്ദാനി വഅശദ്. ശരീരം അതിനെ ചികിത്സിച്ച് ശരീരത്തിൻ്റെ രോഗങ്ങൾ ഭേദമാക്കുന്നതിനേക്കാൾ പ്രയാസകരമാണ് ഖൽബിൻ്റെ രോഗങ്ങളിൽ നിന്ന് അതിനെ ചികിത്സിക്കുക എന്നുള്ളത്, മാനസിക രോഗങ്ങളിൽ നിന്ന് ഖൽബിനെ ശുദ്ധീകരിക്കുക എന്നുള്ളത്. ഫമൻ സക്ക നഫ്സഹു ബിർറിയാദ വൽ മുജാഹദ വൽ ഖൽവ അല്ലതി ലം യജി ബിഹ റസൂൽ ഹുവ കൽ മരീദ് അല്ലദി യുആലിജു നഫ്സഹു ബിറഅയി വഅയ്ന യഖഅ റഅയുഹു മിൻ മഅരിഫത്തി ത്വബീബ് ഫർറുസുലു അതിബ്ബാഉൽ ഖുലൂബ്. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുർസലീങ്ങൾ, അവരാണ് യഥാർത്ഥത്തിൽ ഖൽബിൻ്റെ ചികിത്സകർ. ഹൃദയത്തിൻ്റെ വൈദ്യന്മാരാരാണ്? ശരീരത്തിൻ്റെ വൈദ്യന്മാർ നമ്മുടെ നാട്ടിൽ വൈദ്യം പഠിച്ച ആളുകൾ അല്ലെങ്കിൽ മെഡിസിൻ പഠിച്ച ആളുകൾ അവരാണ്. യഥാർത്ഥത്തിൽ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്ന, ഹൃദയത്തെ അതിൻ്റെ രോഗാതുരമായ അവസ്ഥയിൽ നിന്ന് ആരോഗ്യമുള്ള ഹൃദയമാക്കി മാറ്റുന്നത്. ഞാൻ പറഞ്ഞ കാർഡിയോളജിസ്റ്റിനെ കുറിച്ചിട്ടല്ല, നിങ്ങൾ ഹൃദ്രോഗത്തെക്കുറിച്ചല്ല ചിന്തിക്കേണ്ടത്. നേരത്തെ പറഞ്ഞ ആരോഗ്യമുള്ള കുറ്റമറ്റ ഹൃദയമായി അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ഹൃദയമുണ്ടല്ലോ, ഇല്ലാ മൻ അത്തല്ലാഹ ബി ഖൽബിൻ സലീം, ആ സലീമായ ഹൃദയമാക്കി നമ്മുടെ ഹൃദയത്തെ ചികിത്സിക്കുന്നവരാരാണ്? അമ്പിയാക്കളാണ്, മുർസലീങ്ങളാണ്, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് അവരുടെ ദൗത്യം, അതിനാണ് അവർ ഉമ്മത്തിലേക്ക് നിയോഗിക്കപ്പെട്ടത്. അതുകൊണ്ട് നമ്മുടെ ഹൃദയം രോഗാതുരമാകുന്നതിൽ നിന്ന് സുരക്ഷിതമാകാൻ അള്ളാഹിൻ്റെ റസൂലിൻ്റെ മാർഗമല്ലാതെ അവിടുത്തെ പൂർണ്ണമായ അൽ ഇൻഖിയാദു വത്തസ്ലീം, പൂർണ്ണമായി അവിടുത്തെ പിൻപറ്റുകയും അവിടുത്തോട് വിധേയം കാണിക്കുകയും ചെയ്യുന്ന വസല്ലമ ലിത്തിബാഇ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെയുള്ള ഹൃദയങ്ങൾക്കല്ലാതെ ആ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ല. സുഫിയാൻ ഇബ്നു ഉയൈന റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, ഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുവൽ മീസാനുൽ അക്ബർ. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഏറ്റവും വലിയ തുലാസ്. ഫഅലൈഹി തുഅറദുൽ അഷ്യാ സലാം, അവിടുത്തോടാണ് കാര്യങ്ങൾ തുലനം ചെയ്യേണ്ടത്, മാറ്റുരക്കേണ്ടത്. അല ഖുലുഖിഹി, അവിടുത്തെ സ്വഭാവത്തോട്, അവിടുത്തെ സ്വഭാവം പോലെയാണ് നമ്മുടെ സ്വഭാവം. വസീറത്തിഹി വഹദിഹി, അവിടുത്തെ ചര്യ, അവിടുത്തെ ചരിതങ്ങൾ. വമാ വാഫഖഹ ഫഹുൽ ഹഖ്, അതിനോട് നമ്മുടെ വാക്കും പ്രവൃത്തിയും സ്വഭാവവും പെരുമാറ്റവും നിലപാടും സമീപനവും യോജിക്കുന്നുണ്ടോ അള്ളാഹിൻ്റെ റസൂലിൻ്റെ ജീവിതത്തോട്, എങ്കിൽ അത് മാത്രമാണ് ഹഖ്. വമാ ഖാലഫഹ ഫഹുൽ ബാത്തിൽ, ഇതിലേതെങ്കിലും രംഗങ്ങളിൽ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമ്മൾ എതിരാകുന്നുണ്ടോ, വാക്കിലോ പ്രവൃത്തിയിലോ അവസ്ഥാന്തരങ്ങളിലോ അള്ളാഹിൻ്റെ റസൂലിനോട് നമ്മൾ എതിരാകുന്നുണ്ടോ, ഫഹുൽ ബാത്തിൽ, അതാണ് ബാത്തിൽ.
അതാണ് അനാവശ്യം. അതുകൊണ്ട് ഹക്കും ബാത്തിലും വേർതിരിക്കാനുള്ള അളവുകോലാണ്, മാനദണ്ഡമാണ് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഏത് രംഗത്തും അള്ളാഹിൻ്റെ റസൂലിനോട് യോജിക്കുന്നുണ്ടോ അതാണ് ഹക്ക്, എതിരാകുന്നുണ്ടോ അതാണ് ബാത്തിൽ. വളരെ എളുപ്പമാണ് കാര്യം. ഹക്കും ബാത്തിലും വേർതിരിക്കാനുള്ള മാനദണ്ഡം തുലാസ് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. ഇത് വളരെ ഗൗരവത്തിൽ നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്. സഹോദരങ്ങളെ, മൂന്നാമത്തെ കാര്യം, 3, 4, 5 കാര്യം ഞാൻ ഓടിച്ചു പറയാൻ ഇൻഷാ അല്ലാഹ് സാഹചര്യം ഉണ്ടാകുമെങ്കിൽ നമുക്ക് പിന്നീട് ഇത് ഓരോന്നും വിശദമായി തന്നെ സംസാരിക്കാം. 5 കാര്യങ്ങൾ തൽക്കാലം നമുക്ക് സാമാന്യം ഓടിച്ചു പറയാം. അപ്പോൾ ആദ്യത്തെ കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കീഴൊതുങ്ങുന്ന അവൻ്റെ തൗഹീദ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏകത്വം, അവനെ മാത്രം ഭയക്കുന്ന, അവനിൽ മാത്രം പ്രതീക്ഷ അർപ്പിക്കുന്ന, അവനോട് മാത്രം താഴ്മയും വിനയവും അതുപോലെ തന്നെ പരമേൽപ്പിക്കലും എല്ലാം ആരാധനയുടെ ഏതംശങ്ങളും അവന് മാത്രം സമർപ്പിക്കുന്ന, ആരെക്കാളും എന്തിനേക്കാളും അവനോടുള്ള സ്നേഹം നിറയുന്ന, ആരെക്കാളും എന്തിനേക്കാളും അവനെ മാത്രം സ്നേഹിക്കുന്ന ഹൃദയം. ഇതാണ് അള്ളാഹുവിനോട് കീഴ്പ്പെടുന്ന ഹൃദയം എന്ന് പറഞ്ഞ ചുരുക്കി. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒരു ദിക്റാകട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ദീനായി കാണിച്ചു തരാത്ത വളരെ നിസ്സാരമായൊരു കാര്യമാകട്ടെ, അതുപോലും നമ്മൾ അകറ്റി നിർത്തിക്കൊണ്ടാകണം. ബിദ്അത്തുകൾ നമ്മൾ സൂക്ഷിക്കണം. അതിൻ്റെ മറ്റൊരു ഭാഗം ഇതാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തൊരു ബിസ്മില്ല എന്നത് റസൂലുള്ള പഠിപ്പിക്കാത്തൊരു സ്ഥലത്ത് പോലും നമ്മൾ ചൊല്ലരുത്. ഒരിക്കൽ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരു മനുഷ്യൻ നിസ്കരിക്കുന്ന കണ്ടു. നിസ്കാരത്തിലെ തശഹുദിൽ അദ്ദേഹം തശഹുദ് ആരംഭിച്ചത് എങ്ങനെയാണ്? ബിസ്മില്ലാ അത്തഹിയ്യാതു ലില്ലാ വസ്സലവാത്തു വസ്സലാം. ഇങ്ങനെയാണ് തശഹുദ് ആരംഭിച്ചത്. അത്തഹിയ്യാത്തിന് മുമ്പ് ബിസ്മില്ലാ ചൊല്ലി. അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് രോഷത്തോടെ ചോദിച്ചു, അത്തക്കുൽ, നീ തിന്നുകയാണോ, ഭക്ഷിക്കുകയാണോ? അത്തഹിയാത്തിന് മുമ്പ് ഒരു ബിസ്മി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ഒരു ബിസ്മി അല്ലേ? അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്നല്ലേ പറഞ്ഞു. എന്താ തെറ്റുള്ളത്? അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചിട്ടുള്ള കാര്യമല്ല ബിസ്മി. എന്തുകൊണ്ടാണ് അവിടെ വിലക്കിയത്? അത്തഹിയാത്തിൽ അത് ചൊല്ലാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല, വിലക്കി. മറ്റൊരിക്കൽ ഒരു മനുഷ്യൻ തുമ്മി എന്താ പറയേണ്ടത്? അൽഹംദുലില്ലാ. അവിടെ നിർത്തണം. ഇയാൾ ഒന്നും കൂടി ഫിറ്റ് ചെയ്തു, അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ, സ്വലാത്തു സലാം ചൊല്ലി. ആരാ തിരുത്തിയത്? അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുമ്മിയതിനു ശേഷം സ്വലാത്ത് പഠിപ്പിച്ചിട്ടില്ല, ചൊല്ലരുതെന്ന് പറഞ്ഞു, വിലക്കി. നബി പഠിപ്പിക്കാത്തൊരു സ്വലാത്ത് പോലും, ഒരെണ്ണം പോലും നമ്മൾ ചൊല്ലാൻ പാടില്ല. നബി പഠിപ്പിക്കാത്തൊരു ബിസ്മി പോലും നമ്മൾ ചൊല്ലാൻ പാടില്ല. കാരണം എന്താ? എന്ത്, എവിടെ, എങ്ങനെ, ഏത് രൂപത്തിൽ, എത്ര എണ്ണം ചെയ്യണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പഠിപ്പിക്കാനാണ് അവിടുന്ന് നമുക്ക് നിയുക്തനായത്. അത് പഠിപ്പിച്ചു തരലായിരുന്നു നബിയുടെ ദൗത്യം. അവിടുന്ന് അത് പൂർണ്ണമായും പഠിപ്പിച്ചു തന്നിട്ട് ഒരു നന്മ പോലും അവിടുന്ന് ഒഴിവാക്കാതെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സർവ്വ തിന്മയും അവിടുന്ന് ഒഴിവാക്കാതെ വിലക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആവർത്തിച്ചു പറയട്ടെ, നന്മകളുടെ രൂപത്തിൽ വേഷം മാറി വരുന്ന മഹാതിന്മകളാണ് ബിദ്അത്തുകൾ. ആട്ടിൻ തോലണിഞ്ഞ ചെന്നായ്ക്കളെ പോലെ നന്മയുടെ രൂപത്തിൽ വരാം. ബിദ്അത്തുകൾ എന്ന് പറഞ്ഞാൽ നന്മയുടെ രൂപത്തിൽ വരാം. അത് മഹാതിന്മകളാണ്. മദ്യപാനത്തെക്കാൾ, വ്യഭിചാരത്തെക്കാൾ, പലിശയേക്കാൾ, കൊള്ളയേക്കാൾ, കൊലപാതകത്തെക്കാൾ ഇസ്ലാമിൻ്റെ ഭാഷയിൽ ഗുരുതരമായ വൻപാപങ്ങളാണ് നന്മയുടെ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത മഹാതിന്മകൾ, ബിദ്അത്തുകൾ. അവിടുന്ന് എല്ലാ സംസാരത്തിൻ്റെയും അവിടുത്തെ ഖുതുബകളുടെയും തുടക്കത്തിൽ സ്വഹാബത്തിന് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്താറുണ്ടായിരുന്നു, കുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ പുത്തനാചാരങ്ങളും, അതായത് ദീനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തരാത്ത നന്മകൾ, അതാണ് ബിദ്അത്ത്. തിന്മകളല്ല, ളലാല, അത് വഴികേടാണ്. വകുല്ലു ളലാലത്തിൻ ഫിന്നാർ, എല്ലാ വഴികേടും നരകത്തിലേക്കാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോട് വിധേയത്വം കാണിക്കുക എന്ന് പറഞ്ഞാൽ ആ ഹൃദയങ്ങൾക്കുണ്ടാകേണ്ടുന്ന ഗുണനിലവാരങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞതെല്ലാം. ഇതാണ് രണ്ടാമത്തെ കാര്യം. ബാക്കി 3 കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. മൂന്നാമത്തെ കാര്യം, വസ്തസ്ലമ ലിഖദാഇല്ലാഹി വഖദരി, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി, അവൻ്റെ തീരുമാനം, അതിന് കീഴൊതുങ്ങുന്ന ഹൃദയം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ വിധിച്ചതേ സംഭവിക്കൂ.
അവൻ തീരുമാനിച്ചതേ സംഭവിക്കൂ. അവൻ ഉദ്ദേശിച്ചത് നടക്കും. അവൻ എന്തുദ്ദേശിക്കുന്നില്ലയോ നടക്കില്ല. ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന് 50,000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ലോകത്ത് നടക്കുന്ന സർവ്വകാര്യങ്ങളും, അത് ഓരോ മനുഷ്യരുടെയും വിഷയത്തിലാകട്ടെ, ഈ പ്രപഞ്ചത്തിൽ നടക്കുന്നതാകട്ടെ, അള്ളാഹു അവൻ്റെ രേഖയിൽ ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുമ്പോൾ ഉദ്ദേശിക്കുന്നത് സംഭവിക്കുന്നു. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ എന്തു സംഭവിച്ചാലും, എന്തു പ്രയാസമുണ്ടായാലും അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. എനിക്ക് ഏറ്റവും യോജിച്ചത് എന്താണ് എൻ്റെ റബ്ബിനറിയാം. എന്നെക്കാൾ നന്നായി എൻ്റെ റബ്ബിനറിയാം. വമാ റബ്ബുക ബിളല്ലാമിൽ അബീദ്. അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുന്ന അടിമകളോട് ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു വ തആല ദ്രോഹം പ്രവർത്തിക്കുകയില്ല, അനീതി ചെയ്യുകയില്ല, അന്യായം പ്രവർത്തിക്കുകയില്ല. എന്തെങ്കിലും ഒരു മുസീബത്ത് ബാധിച്ചാൽ, കടക്കണിയിൽ അകപ്പെട്ടാൽ, സാമ്പത്തിക നഷ്ടം ഉണ്ടായാൽ, രോഗം വന്നാൽ, വേണ്ടപ്പെട്ടവരുടെ പെട്ടെന്നുള്ള ആകസ്മികമായ മരണം നമ്മെ പിടിച്ചു കുലുക്കിയാൽ അൽഹംദുലില്ലാ എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. കാരണം അള്ളാഹുവിൻ്റെ തീരുമാനമാണത്. നമ്മൾ എന്ത് തലകുത്തി മറിഞ്ഞിട്ടും കാര്യമില്ല. അള്ളാഹു തീരുമാനിച്ച സമയത്ത് നടക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ ചെറുപ്പത്തിൽ പഠിപ്പിച്ച വാചകങ്ങൾ നമ്മളത് കേട്ടു. ആരൊക്കെ നമുക്ക് നന്മ ചെയ്തു തരാൻ ഒരുങ്ങി പുറപ്പെട്ടാലും അള്ളാഹു രേഖപ്പെടുത്തിയതേ സംഭവിക്കും. ആര് നമുക്കെതിരെ തിരിഞ്ഞാലും അള്ളാഹു എതിരെ രേഖപ്പെടുത്തിയതേ സംഭവിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, എന്ത് ജീവിതത്തിൽ സംഭവിച്ചാലും അള്ളാഹുവിനെ കുറിച്ച് നല്ലതല്ലാതെ നമ്മൾ വിചാരിക്കാൻ പാടില്ല. രോഗങ്ങൾ, മുസീബത്തുകൾ, പ്രയാസങ്ങൾ അത് അള്ളാഹു അവൻ ഇഷ്ടപ്പെട്ടവർക്ക് തന്ന് പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് മനുഷ്യരിൽ അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ടവർ അമ്പിയാക്കളെ അള്ളാഹു ഏറ്റവും അധികം പരീക്ഷിച്ചത്. അശദ്ദുന്നാസി ബലാഅൻ അൽ അംബിയ. മനുഷ്യരിൽ ഏറ്റവും കഠിനമായി പരീക്ഷിക്കപ്പെട്ടത് അമ്പിയാക്കളായിരുന്നു. പറയുമ്പോൾ അമ്പിയാക്കളെക്കാൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മറ്റാരാണുള്ളത്? സുമ്മ സ്വാലിഹൂൻ. പിന്നെ അവരനുഗമിച്ച സ്വാലിഹീങ്ങൾ, പിന്നെ അവരെ പോലെയുള്ളവർ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെട്ടവരെ കൂടുതൽ പരീക്ഷിക്കും. എന്തിനാണ്? ആ പരീക്ഷണത്തിൽ ക്ഷമിച്ചാൽ കണക്കില്ലാതെയാണ് പ്രതിഫലം. അവരുടെ പാപങ്ങൾക്കുള്ള പ്രായശ്ചിത്തമാണത്. സ്വർഗത്തിൽ നമ്മൾ നന്മകൾ പ്രവർത്തിച്ച് മുന്നേറാൻ, നമ്മുടെ അമലുകൾ വർദ്ധിപ്പിച്ച് നമുക്ക് ആ പദവിയിൽ, സ്വർഗത്തിലെ ഉന്നത പദവിയിലേക്ക് എത്താൻ അസാധ്യമായാൽ അള്ളാഹു സ്വാലിഹീങ്ങൾക്ക് പരീക്ഷണങ്ങളിലൂടെ ക്ഷമ നൽകി അള്ളാഹു അവരുടെ പദവികൾ ഉയർത്തുമെന്ന്. ഇതാണ് ഇതിൻ്റെ രഹസ്യമായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം പരീക്ഷണങ്ങളും മുസീബത്തുകളും നമ്മെ തൊട്ടുണർത്താൻ എന്തെങ്കിലും പിഴവുകളും ന്യൂനതകളും തെറ്റുകളും ജീവിതത്തിൽ വന്നിട്ടുണ്ടോ എന്ന് വീണ്ടും വിചാരത്തിനും ആത്മവിചാരണക്കും നമ്മെ പ്രേരിപ്പിക്കുന്നതാണ്. സടകുടഞ്ഞെഴുന്നേൽക്കാൻ, ഈമാനികമായി, ആത്മീയമായി നമ്മൾ പുനർജീവിക്കാൻ അത് കാരണമാകും. അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർദി വലാ ഫി അൻഫുസികും ഇല്ലാ ഫി കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഭൂമിയിലാകട്ടെ നിങ്ങളുടെ സ്വന്തം ജീവിതത്തിലാകട്ടെ എന്തൊരു മുസീബത്ത് ബാധിക്കുന്നുണ്ടോ അള്ളാഹു ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ് ഈ വിശ്വാസം അള്ളാഹു നമ്മെ പഠിപ്പിച്ചത്? ആയത്തിൻ്റെ അവസാനം പറയുന്നത് ലികൈലാ തഅസൗ അലാ മാ ഫാതകും. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ദുഃഖിക്കാതിരിക്കാൻ വേണ്ടി. വലാ തഫ്റഹു ബിമാ ആതാകും. എന്തെങ്കിലും നേട്ടങ്ങൾ ലഭിച്ചുവെങ്കിൽ അതിൽ അമിതമായി നന്ദി കെട്ട് സന്തോഷിക്കാതിരിക്കാനും വേണ്ടി. അതുകൊണ്ട് എന്ത് നേടിയോ എല്ലാം അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്, ഓശാരമാണ്. വിനയാന്വിതരാകുക. എന്ത് നഷ്ടപ്പെട്ടോ അള്ളാഹുവിൻ്റെ തീരുമാനമാണ്, ദുഃഖിതരാവാതിരിക്കുക. ഇങ്ങനെ ഖദറിനോട് വിധേയത്വം കാണിക്കുന്ന അള്ളാഹുവിൻ്റെ വിധിയോട് കീഴൊതുങ്ങുന്നവരാകുക. അത്തരം ഹൃദയമുള്ളവർ രക്ഷപ്പെട്ട ഹൃദയത്തിൻ്റെ മൂന്നാമത്തെ വിശേഷണം അർഹിക്കുന്നവരാണ്. നാലാമതായി വസലിമ മിൻ കുല്ലി മാ യഖ്തഉ അനില്ലാഹി വദിക്രി. അള്ളാഹുവിനെ സ്മരിക്കുന്ന, അവനുമായുള്ള ബന്ധത്തിൽ നിന്ന് നമ്മെ അകറ്റുന്ന, പരലോകത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചുമൊക്കെ അശ്രദ്ധയിലാക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം നമ്മുടെ ഹൃദയത്തെ മോചിപ്പിക്കുക. സലിം, ഹൃദയത്തെ അതിൽ നിന്നെല്ലാം മുക്തമാക്കുക. ദുനിയാവിനോടുള്ള അമിതമായ ആസക്തി, സമ്പത്തിനോടും ദേഹേച്ഛകളോടുമുള്ള അഭിനിവേശം, അതുപോലെ തന്നെ തിന്മകളോടുള്ള ആസക്തി, ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് അകറ്റുന്ന കൂട്ടുകെട്ടുണ്ടാകാം, ചിലപ്പോൾ സഹവാസങ്ങളുണ്ടാകും, ദീനില്ലാത്ത ആളുകളുമായിട്ടുള്ള ബന്ധം, ഹറാമ് കലർന്ന സമ്പാദ്യം, കച്ചവടം, സാമ്പത്തിക ബന്ധങ്ങൾ, ഇങ്ങനെ അള്ളാഹുവിൽ നിന്ന്, അവൻ്റെ ദീനിൽ നിന്ന് നമ്മെ അകറ്റുന്ന എന്തൊക്കെ സാഹചര്യമുണ്ടോ, എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം നമ്മുടെ കൽബിനെ മോചിപ്പിക്കുക. ഇല്ലെങ്കിൽ ആർക്കാണ് നഷ്ടം? നേരത്തെ പറഞ്ഞ പോലെ കറുത്ത കുത്തു വീണ് 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 ഒന്നും ഹൃദയത്തിലേക്ക് പ്രവേശിക്കാത്ത കരിക്കട്ടയായി മാറുന്ന അവസ്ഥയുണ്ടാകും.
അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ അള്ളാഹുവിൻ്റെ സ്മരണയിൽ നിന്നും അള്ളാഹുവിനെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചുമുള്ള ഓർമ്മയിൽ നിന്നും നമ്മുടെ ഹൃദയത്തെ തടയുന്ന കാരണങ്ങളിൽ നിന്നെല്ലാം ഹൃദയത്തെ മോചിപ്പിക്കുക. അതിനേറ്റവും വലിയ അള്ളാഹുവിനെ ദിക്ർ ചെയ്യാനും അവനെ ഓർക്കാനുമുള്ള ഏറ്റവും വലിയ കാരണമാണ് മസ്ജിദുകളിലുള്ള അള്ളാഹുവിൻ്റെ ദീൻ സംസാരിക്കുന്ന സദസ്സുകളിലുള്ള നമ്മുടെ പങ്കെടുക്കൽ. 5 നേരവും പുരുഷന്മാർ സുബഹി മുതൽ ഇശാ വരെ മസ്ജിദിൽ എത്തി ജമാഅത്തായി നിസ്കരിക്കൽ, നിസ്കാരത്തിന് ശേഷമുള്ള അദ്കാറുകൾ, ഖുർആൻ പാരായണം അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്ന മഹത്തായ ഇബാദത്താണ്. രാവിലെയും വൈകുന്നേരമുള്ള അദ്കാറു സ്വബാഹി വൽ മസാ അള്ളാഹുവിനോടുള്ള സ്മരണകൾ നിലനിർത്താൻ നമ്മെ സഹായിക്കുന്ന കാര്യമാണ്. ഇതിൽ നിന്ന് എന്തൊക്കെ തടയുന്നുണ്ടോ അതൊക്കെ ഹൃദയത്തിൽ നിന്ന് മോചിപ്പിച്ചെടുക്കുക. ഇതാണ് 4ാമത്തെ കാര്യം. അവസാനിപ്പിക്കുകയാണ് 5ാമത്തെ കാര്യം. വസാലമ ഔലിയ അള്ളാഹി വആദ അഅദാ അള്ളാഹ്. അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, അംബിയാക്കൾ, മുർസലീങ്ങൾ, സ്വാലിഹീങ്ങൾ അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിച്ച് അള്ളാഹുവിൻ്റെ ദീൻ മുറുകെ പിടിച്ച് സ്വർഗം മോഹിച്ച് പരലോക ചിന്തയോടെ ജീവിക്കുന്ന ദീനുള്ള ആളുകൾ അവരാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ. അവരുമായി ബന്ധം സ്ഥാപിക്കുക, അവരുമായി കൂട്ടുകെട്ടുണ്ടാക്കുക, അവരുമായി സഹവസിക്കുന്നവരാകുക. അള്ളാഹുവിൻ്റെ ശത്രുക്കൾ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ശത്രുക്കൾ, ദീനിൻ്റെ ശത്രുക്കൾ, ദീനുമായി ബന്ധമില്ലാത്തവർ, അവർ കേവല മുസ്ലിം നാമധാരികളാണെങ്കിലും ശരി, അവരുമായി ആവശ്യത്തിന് ചിലപ്പോൾ നമുക്ക് കച്ചവട ബന്ധമോ അല്ലെങ്കിൽ ഇടപാടുകളോ സാമ്പത്തികമായ എന്തെങ്കിലും ക്രയവിക്രയങ്ങളൊക്കെ നടത്തേണ്ടി വരും. അതിനപ്പുറത്ത് നമ്മുടെ ആത്മബന്ധം, നമ്മുടെ കൂടുതൽ സമയം ചെലവഴിക്കൽ, അങ്ങനെയുള്ളവരായിട്ട് കറങ്ങി തിരിയുക, അവരായിട്ട് ടൂറടിക്കുക, അവരുമായി ഇങ്ങനെ അങ്ങാടിയിൽ വർത്തമാനം പറഞ്ഞ് നിൽക്കുക, അവരുമായി സഹവസിക്കുക. ആരുമായാണോ നമ്മൾ സഹവസിക്കുന്നത് അവരുടെ ദീനും സ്വഭാവവും പെരുമാറ്റവും നമ്മിൽ സ്വാധീനിക്കും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അൽമർഉ അലാ ദീനി ഖലീലി. ഒരു മനുഷ്യൻ അവൻ്റെ കൂട്ടുകാരൻ്റെ ദീനിലായിരിക്കും. നമ്മുടെ ബന്ധം, ആത്മബന്ധം, സൗഹൃദം, കൂട്ടുകെട്ട് ആരോടൊപ്പമാണോ അവർ നമ്മളെ സ്വാധീനിക്കും, അവർ നമ്മുടെ ദീനും കൊണ്ടുപോകും. അതുകൊണ്ട് നമ്മുടെ ദീൻ, പ്രത്യേകിച്ച് നമ്മുടെ സുരക്ഷിതമായ ഹൃദയം, അത് നമുക്ക് ഒറ്റയ്ക്ക് നേടിയെടുക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖ് ഉണ്ടെങ്കിൽ അതിനാർക്കും വിധേയത്വമില്ല, അള്ളാഹുവിനും അവൻ്റെ റസൂലിനും അവരെ അനുസരിച്ച് ജീവിക്കുന്നവർക്കുമല്ലാതെ. അപ്പോൾ നമ്മുടെ ബന്ധങ്ങൾ അള്ളാഹുവും റസൂലും ദീനും മുഖ്യ വിഷയമാക്കുന്നവരോടൊപ്പം, ദീനുള്ളവരോടൊപ്പമാക്കുക. അതല്ലാത്തവരുമായി നമ്മൾ ബന്ധം വിച്ഛേദിക്കുക. ആവശ്യത്തിന് മാത്രം, ആവശ്യമുള്ള അവസ്ഥയിൽ, കണക്കിൽ അവരുമായി ബന്ധപ്പെടുക. ഇതാണ് സുരക്ഷിതമായ ഹൃദയത്തിൻ്റെ 5 വിശേഷണങ്ങൾ. അള്ളാഹുവിന് വിധേയപ്പെടുന്ന, അള്ളാഹുവിൻ്റെ റസൂലിനെ സമ്പൂർണ്ണമായി പിൻപറ്റുന്ന, അള്ളാഹുവിൻ്റെ വിധി നിർണയങ്ങൾക്ക് കീഴൊതുങ്ങുന്ന, അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണയിൽ നിന്ന് അശ്രദ്ധയിലാക്കുന്ന സകല കാര്യങ്ങളിൽ നിന്നും സുരക്ഷിതമാകുന്ന, അള്ളാഹുവിൻ്റെ ഔലിയാക്കളുമായി, ദീനുള്ളവരുമായി ബന്ധം സ്ഥാപിക്കുന്ന, അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടും അവൻ്റെ ദീനിനോടും ശത്രുതയും വിദ്വേഷവും കാണിക്കുന്ന ആളുകളുമായി ബന്ധം വിച്ഛേദിക്കുന്ന ഹൃദയം. ഈ ഹൃദയമാണ് യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ഒരു സമ്പത്തും സന്താനവും ഉപകാരം ചെയ്യാത്ത പരലോക വിചാരണയുടെ നാളിൽ സുരക്ഷിതമായ ഹൃദയവുമായി അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന, രക്ഷപ്പെടുന്ന ഹൃദയത്തിൻ്റെ 5 വിശേഷണങ്ങൾ ഇതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ഹൃദയങ്ങളുടെ ഉടമകളാകാനും ആ ഹൃദയം ലഭിക്കുന്ന, അതിലായി ജീവിച്ചു മരിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം വബാറക അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും.